ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ഉത്തരാഖണ്ഡിൽ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. മലയാളം അത്ര സ്ഫുടമല്ല, ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് എനിക്കറിയാം. എങ്കിലും കർത്താവ് നല്ല ക്ലിയർ ആയിട്ട് മലയാളം സംസാരിക്കാനുള്ള കൃപ തരട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങോടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങോടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും കർത്താവ് കൊടുത്താട്ടപ്പാ. ഹല്ലേലൂയ. കേൾക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആത്മീക വർധനമായി തീരുവാൻ, കർത്താവിനോട് അടുക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ എല്ലാം പരിശുദ്ധാത്മാവ് സഹായിക്കണം. നെറ്റ്വർക്ക് സിസ്റ്റം എല്ലാം അങ്ങ് കൺട്രോൾ ചെയ്താട്ട് കർത്താവെ. അല്പസമയം കൂടെ ഹല്ലേലൂയ വലിയ ചിറകൻ കീഴ് ഞങ്ങളെ ഇരുത്തിയാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ദേവദാസനെ അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നാം മഹത്വമാറാകട്ടെ. എനിക്ക് ഇതുപോലെ അവസരം തന്ന പ്രിയ ആന്റി ജോയ്സ് ടി വി എല്ലാവർക്കും ഞാൻ വളരെ നന്ദി, താങ്ക് യു പറയുക. ദൈവം ഈ ശുശ്രൂഷ മാനിക്കട്ടെ. ഞാൻ എന്റെ സാക്ഷി തുടങ്ങുന്ന മുമ്പേ ഞാനൊരു ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുക. ഞാൻ മലയാളിയാണെങ്കിൽ, എൻ്റെ പാരന്റ്സ് മലയാളിയാണെങ്കിൽ, ഞാനും ബോൺ ആൻഡ് ബോട്ട് ഓഫ് നോർത്ത് ഇന്ത്യ. അത് ഭാഷത്തിൽ ഇത്തിരി വ്യത്യാസം, ചിലപ്പം ഒത്തിരി മിസ്റ്റേക്സ് വരും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മ എല്ലാം ക്ലിയർ ആയിട്ട് തരും. പ്രാർത്ഥനയോടെ സാക്ഷി കേൾക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ ഞാൻ പറയാറുണ്ട്, തീർച്ചയായിട്ടും ദൈവാത്മ സംസാരിക്കും. പ്രൈസ് ലോർഡ്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി അമ്മമാർ, ഒത്തിരി ആന്റി അങ്കിൾമാർ തന്റെ പുത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഭാവിയെക്കുറിച്ച്. ഞാൻ വിശ്വസിക്കുക ഈ സാക്ഷി ആ ഫാമിലി, ആന്റി അങ്കിൾമാരെ കൂടെ സംസാരിക്കും. പിന്നെ ഒത്തിരി യൂത്ത്സുകൾ ഈ കാലഘട്ടത്തിൽ ഡ്രഗ്, ആൽക്കോഹol, പിന്നെ അനുസരണമില്ലാതെ ജീവിതത്തിൽ പോവുക. ഞാൻ വിശ്വസിക്കും, പ്രാർത്ഥിക്കുക. ഈ സാക്ഷി തീർച്ചയായിട്ടും ഒത്തിരി യൂത്തുകൾക്ക് വേണ്ടി ഇത് അനുഗ്രഹമായി തീരും. റിക്വസ്റ്റാ, ഇത് കേട്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം. എന്റെ ഒറ്റയൊരു ആഗ്രഹമുണ്ട്, ദൈവനാമം മാത്രം ഉണ്ടാകുമാറാട്ടെ. ലോകത്തിലായിരിക്കുന്ന എല്ലാം ഒത്തിരി മലയാളികൾക്ക് ഈ സാക്ഷി അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ലോർഡ്. എന്റെ പേര് ഷാജി കുഞ്ഞുമോന. എന്റെ പപ്പ ഒരു 55 കൊല്ലം മുമ്പേ കേരള അടൂർ പ്രദേശം വിട്ടിട്ട് നോർത്ത് ഇന്ത്യ, ആ സമയം മധ്യപ്രദേശ് ആയിരുന്നു, ഇപ്പൊ ഛത്തീസ്ഗഡായി. മധ്യപ്രദേശ് വന്നിട്ട് ചില വർഷം പ്രൈവറ്റ് ജോലി ചെയ്തിട്ട് പിന്നെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ പപ്പ ജോലി ചെയ്ത്. എന്റെ പപ്പന്റെ നാട്ടിൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടാ. മമ്മിന്റെ നാട്ടിൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഒരു CSI ബാക്ക്ഗ്രൗണ്ടാ. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കുറെ വർഷം ചർച്ചില്ലാതെ അങ്ങനെ ഒത്തിരി മുമ്പോട്ട് പോയി. അങ്ങനെ ഒത്തിരി വർഷം അങ്ങനെ മുമ്പോട്ട് പോയി. പ്രാർത്ഥനയില്ല, ചർച്ചില്ല, ഒരു കൂട്ടമില്ല, അങ്ങനെ ഒത്തിരി വർഷം മുമ്പോട്ട് പോയി. ആ സമയം എന്റെ പപ്പ ഫ്രണ്ട്സ്മാരുടെ കൂടെ മൂർത്തി പൂജ, വിഘ്ന ആരാധന ചെയ്യാൻ തുടങ്ങി. ശിവന്റെ പൂജ ചെയ്യാൻ തുടങ്ങി. പിന്നെ 1997 ഒരു ദൈവദാസൻ നമ്മുടെ വീട്ടിൽ വന്നു. അത് നമ്മുടെ ആത്മിക് പിതാവായിരുന്നു. ഏറ്റവും ദൈവദാസനും, ഞാൻ പേര് പറയാൻ സോറി. നമ്മുടെ വീട്ടിൽ വന്നിട്ട് സുവിശേഷം പറഞ്ഞു. ആ സമയം നമ്മുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പപ്പ നല്ല ഗവൺമെന്റ് ജോലിയാ, പക്ഷെ വീട്ടിൽ ഒത്തിരി ബോണ്ടേജസ്, ഒത്തിരി പിന്നെ ഭയങ്കരമായിട്ട് അസുഖം, പിന്നെ പോവർട്ടി. ശമ്പളം കിട്ടുമ്പോൾ വീട്ടില് ശരിയാത്തില്ല. ഞാനുണ്ട്, പിന്നെ എന്റെ മൂത്ത ചേച്ചിയാ, എന്റെ താഴെ ഒരു അഞ്ചനുണ്ട്. ഞങ്ങളെല്ലാരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒത്തിരി അസുഖ വരാറുണ്ടായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്ന ശേഷം 1997 എന്റെ അമ്മ ചർച്ചിൽ തുടങ്ങാൻ പോയി. റായ്പൂർ ഛത്തീസ്ഗഡിൽ ചർച്ചിൽ തുടങ്ങാൻ പോയി. ആ സമയം മുതൽ ഇന്ന് വരെ
എന്റെ അമ്മ ശക്തമായിട്ട് വിശ്വാസത്തിൽ വന്നിട്ട് ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട്. ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാ ഞാനിപ്പോ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുക. പ്രൈസിലോട് ഇതിലൊരു കാര്യം പറയാം, വീട്ടിലൊരാൾ അറ്റ്ലീസ്റ്റ് ഒരാള് എല്ലാവരാണെങ്കിൽ നല്ല പക്ഷെ ഒരാള് കണ്ണിനായിട്ട് പ്രാർത്ഥിക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സംസാരിക്കും, ദൈവം വിടുതൽ കൊടുക്കും. എന്റെ അമ്മ വിശ്വാസത്തിൽ വന്ന ശേഷം എന്റെ പപ്പ ഒത്തിരി വർഷം മദ്യപാനിയായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ താമസിക്കുന്ന ആ സിറ്റിയിൽ ഏറ്റവും വലിയ മദ്യപാനി അതെന്റെ പപ്പ ആയിരുന്നു. പക്ഷെ എന്റെ അമ്മ വിശ്വാസത്തിൽ വന്ന ശേഷം എന്റെ ചേച്ചി വേണ്ടി പ്രാർത്ഥിച്ചു. ചില മാസം ശേഷം ചേച്ചി വിശ്വാസത്തിൽ വന്നു. ചേച്ചി അമ്മ ശക്തമായി പ്രാർത്ഥിച്ചു. അതിന് ശേഷം 8 വർഷം ശേഷം 2004 എന്റെ പപ്പ വിശ്വാസത്തിൽ വന്ന് മദ്യപാനമെല്ലാം വിട്ടിട്ട് ചർച്ചിൽ വരാൻ തുടങ്ങി. അതിനുശേഷം അനിയൻ വിശ്വാസത്തിൽ വന്ന്. പക്ഷെ ഞാൻ വീട്ടിൽ മൂത്തു പോകുന്നു. ഞാൻ ചർച്ചിൽ പോകാറില്ലായിരുന്നു, ഞാൻ വിശ്വാസത്തിൽ ഇല്ലായിരുന്നു. ഞാനൊരു കാര്യം പറയാം, യൂത്ത് ഈ സാക്ഷി കേൾക്കുന്ന യൂത്ത് ജനല്ലേ, നമ്മൾ ജീവിതത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യ അനുസരണം ഒബീഡിയൻസ്. ബൈബിളിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ബ്ലെസ്സിങ് പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ദേവദാസന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ആയിരുന്നു അനുസരണം. ദൈവം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, പിന്നെ മാതാപിതാ എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് മാനിക്കും. പക്ഷെ ഞാനും എന്റെ ചെറിയ പ്രായം മുതൽ ഞാൻ പഠിക്കാൻ നല്ലായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിക്കാൻ നല്ലായിരുന്നു, എനിക്ക് നല്ല മാർക്സ് കിട്ടുമായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് ശേഷം എന്റെ മൈൻഡ് മൊത്തം ലോകമയത്തിൽ പോയി. ഫ്രണ്ട്സ്, പിന്നെ 10ാം ക്ലാസ് മുതൽ ഞാൻ സ്മോക്കിംഗ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടൊബാക്കോ, അതിന് ശേഷം എനിഹാവ് ഞാൻ +2 പാസ്സായി. എന്റെ വീട്ടിൽ ഒത്തിരി പാസ്റ്റർമാർ വരാറുണ്ടായിരുന്നു. എല്ലാ തേഴ്സ്ഡേ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ആയിരുന്നു. തേഴ്സ്ഡേ, ചിലപ്പം ഫ്രൈഡേ, ചിലപ്പം 2 ആഴ്ച ശേഷം അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ വരാറുണ്ടായിരുന്നു. ചർച്ചിൽ പാസ്റ്റർ വരാറുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് ഒത്തിരി പ്രവചനം. ഈ വീട്ടിൽ മൂത്തുപോകും ദൈവം ശുശ്രൂഷനകത്ത് കൊണ്ടുപോകാൻ പോവാ. ഇത് കേട്ടിട്ട് ഞാൻ ഭയങ്കര ചിരിക്കും. ഇത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. ഞാൻ പാസ്റ്റർ ഷാജി, അത് ഒരിക്കലും നടക്കത്തില്ല. എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു നല്ലൊരു ഗവൺമെന്റ് ജോലി ആയിട്ട് നല്ല സെറ്റിൽ ആയിട്ട് അങ്ങനെ എന്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഈ സാക്ഷി കേൾക്കുന്ന യൂത്തിനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പ്ലാനിങ്സ് ആയിരിക്കും. ചിലപ്പം നമ്മൾ ഡോക്ടർ ആകും, ചിലപ്പം എഞ്ചിനീയർ, ചിലപ്പം ഗൾഫ് രാജ്യത്തിൽ പോകും, ചിലപ്പം കളക്ടർ, SP അങ്ങനെ ആകും. അങ്ങനെ ഒത്തിരി ആഗ്രഹം വരും. പക്ഷേ സമയം മുന്നോട്ട് പോകുമ്പോൾ പിശാച് നമുക്ക് നോക്കിയിരിക്കും. ഈ പിശാച് ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന സമയമാണ് 15 years to 30 years. 15ാം വയസ്സ് മുതൽ 30ാം വയസ്സ്, ഈ 15 years ഏറ്റവും കൂടുതൽ ശൈത്താൻ നമ്മൾ നോക്കിയിരിക്കും. കാരണം ഈ വർഷത്തിന്റെ അകത്ത് നമുക്ക് 10ാം ക്ലാസ് പാസ്സാകണം, +2 പാസ്സാകണം, നമുക്ക് നല്ല കോളേജ് ഡിഗ്രി എടുക്കണം, വേണമെങ്കിൽ പോസ്റ്റ് ഡിഗ്രി എടുക്കണം, നല്ല ജോലി ആയിരിക്കണം, പിന്നെ നല്ല കല്യാണം ആയിരിക്കണം. ദൈവത്തോട് കിട്ടുന്ന എല്ലാ അനുഗ്രഹം, എല്ലാ ബ്ലെസ്സിങ്സ് ഈ 15 years അകത്ത് നമുക്ക് വേണം. സോ സാത്താൻ അറിയാം ദൈവം തരാൻ പോകുന്ന ഏറ്റവും നല്ല ബ്ലെസ്സിങ്സ് നമുക്ക് ഈ പ്രായം അകത്ത് നമുക്ക് കിട്ടും. അതിനുവേണ്ടി സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ടെംപ്ടേഷൻ കൊണ്ടുവരും. ചിലപ്പോൾ റോങ് ഫ്രണ്ട്ഷിപ്പ്, ചിലപ്പം മദ്യപാനി, ചിലപ്പം ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ്, തെറ്റായി കൂട്ടം, അങ്ങനെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ സമയം സ്പോയിൽ ചെയ്യാൻ ട്രൈ ചെയ്യും. നമ്മുടെ മൈൻഡ് പോകും, ലോകമയത്തിൽ പോകും, ഫ്രണ്ട്സിനെ കൂടി നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. പഠനം ശരി പോട്ടില്ല, മാർക്സ് കുറെ വരും, പിന്നെ വിചാരത്തിൽ കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോൾ ദൈവം തരാൻ പോകുന്ന ആ എല്ലാ ബ്ലെസ്സിങ് അല്ലെങ്കിൽ ലേറ്റ് ആകും, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇത് വരും. അങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ അമ്മേന്റെ പ്രാർത്ഥന, എന്റെ അമ്മ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു.
എനി ഹൗ ഞാൻ +2 പാസ്സായ ശേഷം ഞാൻ കോളേജിൽ പോയില്ല, ITI ചെയ്തു. ITI ചെയ്ത ശേഷം ഞാനൊരു കമ്പനിയിൽ വേറെ സിറ്റിയിൽ ജോലി ചെയ്യാൻ പോയി. അവിടെ എനിക്ക് ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ മുമ്പേ ഒത്തിരി കൂടുതൽ ഫ്രണ്ട്സ് ആയിരുന്നു കെട്ടായി കൂട്ടിൽ. പിന്നെ ഞാൻ ക്രൈം ചെയ്യാൻ വേണ്ടി ആ ഭാഗത്തിൽ ഞാൻ ഡീപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പല ക്രൈംസ്, സൈബർ ക്രൈംസ്, പിന്നെ വേറെ ചില ക്രൈംസ് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ എന്റെ ഫോക്കസ് മാറിപ്പോയി. എന്റെ ഒറ്റൊരു ആഗ്രഹം, എന്തെങ്കിലും കാശ് ഉണ്ടാകണം, വലിയ ആളാകണം, പിന്നെ എൻജോയ് ചെയ്യണം ലൈഫ്. മുമ്പേ എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ഗവൺമെന്റ് ജോലി, നല്ല ജോലി കിട്ടിട്ട് മുമ്പോട്ട് പോയി ഭാവി സെറ്റിൽ ആകണം. ഇപ്പൊ എന്റെ ഫോക്കസ് മാറിപ്പോയി. എനിക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടണം, വലിയ ആളാകണം, പവർഫുൾ ആകണം. അതിനുവേണ്ടി ഫ്രണ്ട്സ്മാരുടെ കൂടെ ഞാൻ തെറ്റായി കൂട്ടത്തിൽ പോയി ഒത്തിരി കേസുകൾ വരാൻ പോയി. ജയിലിൽ പോയി ഇല്ല ആ സമയം, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി കേസ് വരാൻ പോയി. എന്റെ പപ്പ മമ്മിയെ ഒത്തിരി ഭയങ്കര വിഷമിച്ചു. അമ്മാർ പറയാൻ തുടങ്ങി ഈ ചെറുക്കൻ അങ്ങനെ പോകും, പിന്നെ നമുക്ക് ഭയങ്കര നാണകെട്ടായി പോയി. അങ്ങനെ സമയത്തിൽ മുമ്പോട്ട് പോയി. ഞങ്ങൾക്കൊരു 3 ഫ്രണ്ട്സ് ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് ജോലി തുടങ്ങി, ഒരു വർക്ക് തുടങ്ങി. ചില മാസം നന്നായിട്ട് പോയി കോൺട്രാക്ട് പണി. അതിനുശേഷം നമുക്ക് ഒത്തിരി ലോസ് വന്നു. ആ 2 ഫ്രണ്ട് മാറിപ്പോയി. പിന്നെ എല്ലാ കടം 5 ലക്ഷത്തിന്റെ കടം എന്റെ തലനകത്ത് വന്നു. ഈ കടം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവന്മാരെ കേസ് ചെയ്യും, അല്ലെങ്കിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ എനിക്ക് കൊല്ലാൻ വേണ്ടി അവന്മാർ ട്രൈ ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ ചില മാസം അങ്ങനെ ഒത്തിരി ഓടി പോയി. ഈ കാര്യം വീട്ടിൽ പറയാൻ പറ്റത്തില്ല, കാരണം ആ സമയം എന്റെ പ്രായം 22 ആയിരുന്നു, 23. ഞാൻ ഒരു രാത്രി അല്ലെങ്കിൽ 2 രാത്രി അങ്ങനെ വീട്ടിൽ വരത്തില്ലായിരുന്നു. പപ്പ മമ്മി വീട്ടിൽ വരുമ്പോൾ ഇവിടെ ആയിരുന്നു, എങ്ങോട്ടായിരുന്നു, ഒത്തിരി ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പപ്പ മമ്മി ഒരു അനുസരണമില്ലാത്ത, പപ്പ മമ്മിക്ക് ചീത്ത പറയായിരുന്നു, വഴക്കുണ്ടാക്കുമായിരുന്നു. എന്താ എന്റെ മാറ്ററിൽ ഇന്റർഫെയർ ചെയ്യണ്ട, വേണ്ട, അങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം 3 ദിവസം അങ്ങനെ വീട്ടിൽ വരത്തില്ലായിരുന്നു. അങ്ങനെ ലോകമാറ്റിൽ അങ്ങനെ ഒത്തിരി ആയിട്ട് പോയി. പക്ഷെ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ, ഇപ്പൊ ഉണ്ട്. പിന്നെ ഒരു സഭ, ഒത്തിരി ദേവദാസന്മാർ എനിക്ക് മനസ്സിലാക്കിയവന്മാർ മടത്തു പോയി. അവന്മാരെ അവസാനം സ്റ്റോപ്പ് ആക്കി. ഇനി ഈ ചെറുക്കൻ ശരിയാക്കില്ല, ഇനി ദൈവത്തിന്റെ കയ്യിൽ നമുക്ക്. പിന്നെ എന്റെ വീട്ടിൽ ദേവദാസന്മാർ വരുമ്പോൾ ഞാൻ അവന്മാരുടെ വണ്ടി കാണുമ്പോൾ ഞാൻ വീട്ടിൽ കയറത്തില്ലായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ അകത്താണെങ്കിൽ പാസ്റ്റർമാർ അകത്ത് വരുമ്പോൾ ഞാൻ ബാക്ക് സൈഡ് ഡോറിൽ പുറത്തു പോവായിരുന്നു. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പാസ്റ്റർമാർ വീട്ടിൽ വന്നത്. ഒത്തിരി പ്രസംഗം, പിന്നെ ഒത്തിരി കൗൺസിലിംഗ്, ഇഷ്ടമില്ലാതെ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സമയത്ത് അകത്ത് ഭയങ്കരമായിട്ട് സാത്താൻ എനിക്ക് ക്യാപ്ചർ ചെയ്ത് എനിക്ക് വെക്കായിരുന്നു. അങ്ങനെ ഒത്തിരി വർഷം എന്റെ ആ സമയം നല്ല ഗോൾഡൻ പീരീഡ് ആയിരുന്നു എന്റെ ലൈഫിൽ. നല്ല കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, പഠിക്കാൻ നല്ലതായിരുന്നു, വീട്ടിന്റെ സിറ്റുവേഷൻ ഓക്കെ ആയിരുന്നു. നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു, ഫാമിലി നല്ല സപ്പോർട്ട്. പക്ഷേ ആ സമയം 5 ലക്ഷത്തിൽ കടം വരുമ്പോൾ ഞാൻ വീട്ടിലെ കാര്യം ഷെയർ ചെയ്തില്ല. ഞാൻ ഭയങ്കര വിഷമം. ഞാൻ ഇതുവരെ പപ്പ മമ്മിയുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എനിക്ക് ഇനി 5 ലക്ഷത്തിന്റെ കാര്യം വീട്ടിൽ പറയുമ്പോൾ എന്റെ പപ്പ മമ്മി എന്താ ചിന്തിക്കും? അവസാനം ഞാൻ പ്ലാൻ ചെയ്തു, അല്ല ഞാൻ സുസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും, ആരും ഒന്നും അറിയത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഹൗ സുസൈഡ് ടെൻഡൻസി വിൽ കം. ഈ സുസൈഡ് ടെൻഡൻസി എങ്ങനെ വരും? ഞാനൊരു കാര്യം പറയാം. പിശാച് പറഞ്ഞു കൊടുക്കും, ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ലോകത്തിൽ നോക്കുമ്പോൾ എങ്ങനെ സുസൈഡ്? ഒരു പെണ്ണ് വെട്ടുമ്പോൾ ചെറുക്കൻ സുസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ചെറുക്കൻ വെട്ടുമ്പോൾ പെണ്ണ് സുസൈഡ് ചെയ്യും, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ +2 ക്ലാസ്സിൽ 90% 95% വേണ്ടി പിള്ളേർ ട്രൈ ചെയ്തു, പക്ഷെ അത് കിട്ടില്ല. 60% മാർക്സ് വന്നു, ആ കാരണം സുസൈഡ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ഈ ലോകത്തിൽ നോക്കാറുണ്ട്. ആ ടെൻഡൻസി എങ്ങനെ വരും? പിശാച് മൈൻഡിൽ വർക്ക് ചെയ്യും. നിനക്ക് കണ്ടോ, നീ ചെയ്തില്ലേ, നീ ഒത്തിരി വർക്ക് ചെയ്തില്ലേ, ഇനി ആ സംഭവം നടന്നില്ല, നിന്റെ ജീവിതത്തിന്റെ അവസാനം ഇതാ ലാസ്റ്റ് ഓപ്ഷൻ, അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതാ സുസൈഡിന്റെ പ്രശ്നം. അതിനകത്ത് പിള്ളേർ
ഈ ലോകത്തിൽ മാറ്റിപ്പോവുക. ദിസ് ഇസ് എ സൊസൈറ്റി. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ പിശാച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, നീ ഇതുവരെ പപ്പ മമ്മിന്റെ വാക്കിന് അനുസരിച്ചില്ല, പാരന്റ്സിന്റെ വാക്ക് അനുസരിച്ചില്ല, ആരുടെ വാക്ക് അനുസരിച്ചില്ല, ഇനി നീ 5 ലക്ഷം ചോദിക്കാൻ പോകുമ്പോൾ ഒമാർ തരത്തില്ല. അങ്ങനെ എന്റെ മനസ്സിൽ ഒരു വാക്ക് വന്നു, ഇനി ജീവിതം അവസാനം. ഞാൻ 5 പോയ്സന്റെ ഗുളിക, പോയ്സന്റെ പേര് സൾഫാസ്, അത് കൃഷി പണിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു കെമിക്കലാണ്. ഒരു ഗുളി കഴിക്കുമ്പോൾ ഷുവർ ഡൈ. 5 പോയ്സന്റെ ടാബ്ലറ്റ് ഞാൻ വെച്ചിട്ട് ഞാൻ 2 ദിവസം 3 ദിവസം അങ്ങനെ നടന്നു. വീട്ടിൽ വരുന്നില്ലായിരുന്നു. അങ്ങനെ റിലേറ്റീവ്സ്മാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ്മാരുടെ വീട്ടിൽ അങ്ങനെ പോയി മാറി ആ ആൾക്കാരുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവന്മാർ എനിക്ക് കൊല്ലും. അങ്ങനെയൊക്കെ സാഹചര്യം എനിക്കായിരുന്നു. കാരണം മാർക്കറ്റിൽ എനിക്ക് 5 ലക്ഷം, പിന്നെ ഫ്രണ്ട്സ്മാർ മാറിപ്പോയി. ഞാനൊരു കാര്യം പറയാൻ ഇവരെ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നല്ല പൊസിഷൻ ഉണ്ടെങ്കിൽ ഒത്തിരി ഫ്രണ്ട്സ് കിട്ടും, നമുക്ക് സ്നേഹിക്കാൻ ആർക്കാ കിട്ടും. പക്ഷെ ലൈഫിൽ പ്രോബ്ലം വരുമ്പോൾ ആരും നമ്മുടെ കൂടെ നിൽക്കത്തില്ല, എല്ലാവരും മാറിപ്പോകും. നിൽക്കുന്ന ഒറ്റ ഒരു ആളാ, ആ ആളുടെ പേര് യേശു ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നു. സോറി, എന്റെ മലയാളം ശരിയില്ല, ഞാൻ വിശ്വസിക്കുക തീർച്ചയായിട്ടും പരിശുദ്ധാത്മ മനസ്സിലാക്കി തരും. അങ്ങനെ ഞാൻ സുസൈഡ് ചെയ്തു. പക്ഷെ എനിക്കറിയാമായിരുന്നു ഈ പോയ്സൺ കഴിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ മരിക്കത്തില്ല, അല്ലെങ്കിൽ അരമണിക്കൂർ എടുക്കും. കാരണം എന്റെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു ലവ് മാറ്ററിനകത്ത് ആ സമയം സുസൈഡ് ചെയ്തായിരുന്നു. അത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനകത്ത് മരിച്ചുപോയി. സോ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിസൺ കഴിക്കുമ്പോൾ ചിലപ്പം എന്റെ പപ്പ മമ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സോ ഞാൻ രക്ഷപ്പെടും. അങ്ങനെ ആയിട്ട് ഞാൻ വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തില്ല. ഞാൻ ദൂരെ ഏതെങ്കിലും പോയിട്ട് പോയിസൺ കഴിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. എന്റെ വീട്ടിൽ ഒരു 17 കിലോമീറ്റർ ദൂരം ഒരു വനപ്രദേശമാണ്, ഒരു ഫോറസ്റ്റ് ഏരിയ ഛത്തീസ്ഗഡിൽ. അവിടെ ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് ബസ്സിനകത്ത് അവിടെ പോയി. ഇത് 2009 വാക്യമാണ്. 2009 അവിടെ പോയിട്ട് ഞാൻ പോയിസൺ കഴിച്ചിട്ട് ഇവിടെ തന്നെ ഞാൻ ഡൈ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. കാരണം അവിടെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാരില്ല, അവിടെ തീർച്ചയായിട്ടും മരിക്കും. പക്ഷെ രാവിലെ മുതൽ എന്റെ ചേച്ചിന്റെ കൂടെ പരിശുദ്ധാത്മ ശക്തമായി സംസാരിക്കുമായിരുന്നു. ചേച്ചി നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാ, പ്രവചന ശുശ്രൂഷ ചേച്ചിക്കുണ്ട്, പിന്നെ വിവേചിക്കുന്ന ഒരു ആത്മാവ് ചേച്ചിക്കുണ്ട്. രാവിലെ മുതൽ ചേച്ചിക്ക് സംസാരിക്കുമായിരുന്നു. എന്റെ പപ്പ 2005 റിട്ടയർഡായി. 2005 പപ്പ റിട്ടയർഡായി. 2004 എന്റെ ചേച്ചിന്റെ കല്യാണമായി. ഇപ്പൊ ചേച്ചിക്ക് 2 മക്കളുണ്ട്. ആ സമയം രാവിലെ മുതൽ ചേച്ചിക്ക് പരിശുദ്ധാത്മ പറയുമായിരുന്നു, നിന്റെ വീട്ടിൽ നിന്റെ മൂത്ത സഹോദരർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോവാ, ജസ്റ്റ് കോൾ ഹിം. സോ ചേച്ചിന്റെ ഫോൺ വന്നു. ആ സമയം ചെറിയൊരു നോക്കിയ ഫോൺ കയ്യിലുണ്ടായിരുന്നു. ആ സമയം ചേച്ചിന്റെ ഫോൺ 4 പ്രാവശ്യം ചേച്ചിന്റെ ഫോൺ വന്നു, ഞാൻ എടുത്തില്ല. 5-ാം പ്രാവശ്യം ചേച്ചിന്റെ ഫോൺ വരുമ്പോൾ ഞാൻ അവസാനം വിചാരിച്ചു, അയ്യോ ഇനി മരിക്കാൻ പോവാ, അവസാനമായിട്ട് ചേച്ചിനെ കൂടെ സംസാരിച്ചിട്ട് മരിക്കാം. സോ 5-ാം പ്രാവശ്യം ഞാൻ ചേച്ചിന്റെ ഫോൺ എടുത്തു. ചേച്ചി ചോദിച്ചു എവിടെയാണ്? ഞാൻ പറഞ്ഞു വീട്ടിലാണ്. ചേച്ചി പറഞ്ഞു വീട്ടിലാണെങ്കിൽ പപ്പ മമ്മിയുടെ ഫോൺ കൊടുത്തു. പിന്നെ ഞാൻ കള്ളം പറഞ്ഞു, വീട്ടിലല്ല, ഞാൻ റോഡിലാണ്. റോഡിലാണെങ്കിൽ ബസ് വണ്ടിന്റെ ശബ്ദം പറഞ്ഞില്ലല്ലോ. കണ്ടോ, ഇത് പരിശുദ്ധാത്മാവിന്റെ ഇതാ. ചേച്ചിക്കറിയാം അത് ഇവിടെയാ. റോഡിലാണെങ്കിൽ ട്രാഫിക്കിന്റെ ശബ്ദം പറഞ്ഞില്ലല്ലോ, ഈ സത്യം പറഞ്ഞു ഇവിടെയാ. അങ്ങനെ ചേച്ചി ഒത്തിരി ഫോഴ്സ് ചെയ്തു. അവസാനം ഞാൻ കരഞ്ഞിട്ട് എല്ലാ കാര്യം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. ചേച്ചി അങ്ങനെയൊക്കെ സംഭവം നടന്നു. ഞങ്ങൾ ചില മാസം മുമ്പേ ചില പാർട്ട്ണർഷിപ്പായിട്ട് ഞാൻ വീട്ടിൽ ആ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ ജോബ് അങ്ങനെ ഒരു കോൺട്രാക്ട് പണി തുടങ്ങി. അതിനകത്ത് ചില മാസം നമുക്ക് പ്രോഫിറ്റ് ആയി. അവസാനം ഒത്തിരി ലോസ് കാര്യമെല്ലാം പോയി. എല്ലാം എന്റെ തലയിൽ വന്ന് ഞാൻ ആ കാശ് കൊടുത്തില്ലെങ്കിൽ അവന്മാർ എനിക്ക് അല്ലെങ്കിൽ കേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല, എനിക്ക് പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുക അവന്മാർ. ചേച്ചി എനിക്ക് പെട്ടെന്ന് ഒരു 40 മിനിറ്റ് ആ ഫോണിൽ സംസാരിച്ചു, നന്നായിട്ട് കൗൺസിലിംഗ് കൊടുത്ത് പെട്ടെന്ന് ബസ് പിടിച്ചിട്ട് എന്റെ വീട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ വീട്ടില് ചേച്ചിന്റെ വീട് ഒരു 60 കിലോമീറ്റർ ദൂരമായിരുന്നു, അടുത്ത ഡിസ്ട്രിക്റ്റാ. ഞാൻ പെട്ടെന്ന് ബസ് പിടിച്ചിട്ട് ചേച്ചിയുടെ അടുത്ത് പോയി. അവിടെ 3 ദിവസം താമസിച്ചു. ചേച്ചി ഫോൺ വിളിച്ചിട്ട് പപ്പ മമ്മിക്ക് എല്ലാ കാര്യം പറഞ്ഞു. അങ്ങനെ പപ്പ ഈ പൈസ നമുക്ക് തരണം,
ആര് നമ്മൾ തന്നില്ലെങ്കിൽ ആര് തരും? അല്ലെങ്കിൽ ചെറുക്കൻ പോകും. സോ ആ സമയം നമുക്കറിയാം, ഒരു ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന ഒരാൾ റിട്ടയർഡ് ആകുമ്പോൾ കിട്ടുന്ന പൈസനകത്ത് ഒരു ചെറിയ വീട് ഉണ്ടാക്കും, പിന്നെ മോളുടെ കല്യാണം ചെയ്യും. അങ്ങനെ പപ്പാന്റെ എല്ലാ സേവിങ്സ് പോയി. മോളുടെ കല്യാണമായി 2004. 2006 ഒരു ചെറിയ വീട് നമ്മൾ 25 വർഷം വാടക വീടിലായിരുന്നു. ആ സമയം പപ്പ ഒരു വീടുണ്ടാക്കി. ആ പുതിയ വീട് 3 വർഷം മാത്രമായിരുന്നു ആ വീട് ഉണ്ടാക്കി. നമ്മൾ 3 വർഷം മാത്രം താമസിച്ചായിരുന്നു. ആ വീട് പണയം വെച്ചിട്ട് ആ പൈസ മേടിച്ചിട്ട് 1 വർഷത്തിന്റെ എഗ്രിമെന്റ് എടുത്ത് 1 വർഷത്തിനകത്ത് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ വീട് സെല്ലായിട്ട് 5 ലക്ഷം അമ്മമാർ എടുക്കും, ബാക്കി പൈസ നമുക്ക് കിട്ടും. അങ്ങനെ ആയിട്ട് ഒരു കോൺട്രാക്ട് എഴുതി. പിന്നെ ആ മെട്രോ സോൾവ് ആക്കി. ആ സോൾവ് ശേഷം ഞാൻ ചില മാസം വീട്ടിൽ താമസിച്ചു. പിന്നെ ചർച്ച തുടങ്ങാൻ പോയി. ഞാനൊരു കാര്യം പറയാൻ പ്രിയവരെ, നമ്മുടെ ദൈവം നമുക്ക് അവസരം കൊടുക്കുന്ന ദൈവമാണ്. അത് നമുക്ക് അവസരം കൊടുക്കും. മാനസാന്തരം വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ ജീവിതത്തിൽ അവസരം തരാറുണ്ട്. പക്ഷെ ആ അവസരം, കിട്ടുന്ന അവസരം നമുക്ക് ശരിയായിട്ട് യൂസ് ചെയ്യണം. ആ അവസരം എന്റെ ജീവിതത്തിൽ ആയിരുന്നു തിരിച്ച് ദൈവത്തോട് വരാൻ വേണ്ടി. പക്ഷെ ഞാൻ ചില മാസം അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഡ്യൂട്ടി പ്ലേസിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ പോയി. പിന്നെ ദൈവം ചെയ്ത കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ വീട്ടിലൊരു കോണ്ടാക്ട് ഇല്ല. പിന്നെ ആ പഴയ ചില ഓൾഡ് ഫ്രണ്ട്സ്, പിന്നെ ക്രൈം ഫ്രണ്ട്സ്. പിന്നെ ഈ സമയം അങ്ങനെ മുമ്പോട്ട് വരുന്ന സമയത്ത് ഈ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ അകത്ത് ഒരു ഭയങ്കര വേദന ആയിരുന്നു. അയ്യോ, എന്റെ കാരണം എന്റെ വീട് നഷ്ടമാകാൻ പോവുക. മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ പപ്പ ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. ഞാനൊരു കാര്യം പറയാം, ആ മുടിയനായ പുത്രൻ കാലം കൂടുതൽ ഞാൻ ഒത്തിരി നഷ്ടം ചെയ്തു വീട്ടില്. ആ പുത്രൻ ഞാൻ. പക്ഷെ പിതാവ് പറഞ്ഞൊരു വാക്യമുണ്ട്, മോൻ നീ വന്നല്ലോ, നീ തിരിച്ചു വന്നല്ലോ. സോ ഞാനങ്ങ് ചർച്ച്, പിന്നെ ഞാൻ വേറെ ഡിസ്ട്രിക്റ്റിൽ പോയി, കാര്യസ്ഥലത്തിൽ പോയി. പിന്നെ വേറെ പണി, ഒരു കമ്പനിയിൽ ജോലി ചെയ്ത്. അങ്ങനെ പിന്നെ ഒരു ഡീപ്പായിട്ട് ഭയങ്കരമായിട്ട് ഒരു കേസ് എന്റെ ജീവിതത്തിൽ വന്ന് 2010. അതിനകത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആ ഭാഗത്തിൽ ഞാൻ വിടാൻ പോവുക. അതിനകത്ത് ഞാൻ ആ ആളൊന്നും ചെയ്തില്ലായിരുന്നു. പകുതി മിസ്റ്റേക്ക് എന്റെ ആയിരുന്നു, പക്ഷെ ബാക്കി വേറെ ആൾക്കാർ ചെയ്തായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ തലയിൽ വന്നു. ഈ സമയം കേസ് ഭയങ്കര വലിയായിരുന്നു. പത്രത്തിൽ, മീഡിയത്തിൽ ആ കേസിന് ഒത്തിരി ഹൈലൈറ്റ് വന്നു. ന്യൂസ് പേപ്പറിലും മീഡിയയില്, TV ന്യൂസിൽ ആ കേസിന് വന്നു. എന്റെ പപ്പ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇനി എന്റെ മൂത്ത മോന് എനിക്ക് വേണ്ടി മരിച്ചു പോയി. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോൻ ഒരു മോളാണ്. അങ്ങനെ ഞാൻ ജയിലിൽ പോയി. അതിന് മുമ്പ് ഒത്തിരി കേസ് എന്റെ തലയിൽ ആയിരുന്നു. അടിപിടി, ഒത്തിരി ആൾക്കാരുടെ ഫൈറ്റിന്റെ കേസ് ഒത്തിരി അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇതുവരെ ഞാൻ ജയിലിൽ പോയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ജയിലിൽ പോയതിനു ശേഷം 6 മാസം എന്റെ അടുത്ത് എന്നെ കാണാൻ വേണ്ടി വന്നില്ല. വേറൊക്കെ പപ്പ പറഞ്ഞായിരുന്നു ആരും പോകണ്ട. എന്റെ അനിയൻ എല്ലാവർക്കും വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കാണാൻ വേണ്ടി വന്നില്ല. എന്റെ വെയിറ്റ് ആ സമയം, എന്റെ വയസ്സ് 23 അങ്ങനെ ആയിരുന്നു. ആ സമയം 35 kg മാത്രം. അങ്ങനെ ഒരു ബോൺസ്, ചെസ്റ്റിന്റെ മൊത്തം ബോൺസ് കാണാനുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ പ്രസിഡന്റ് കാര്യം പറയുമ്പോൾ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഓപ്പൺലി വയലേഷൻ ആണ് ഇന്ത്യൻ ജയിലിൽ. കാരണം ഒരു ചെറിയ ഒരു സെല്ലിനകത്ത് ഒരു 10-20 ആൾക്കാർക്ക് കടക്കാൻ വേണ്ടി സ്ഥലത്തിനകത്ത് അതിനകത്ത് 40-45 അല്ലെങ്കിൽ 55 ആൾക്കാർക്ക് അങ്ങനെ അകത്ത് വെക്കും. പിന്നെ കഴിക്കാൻ വേണ്ടി ബോയിൽ കറി, ഉള്ളി, പിന്നെ വെളുത്തുള്ളി അങ്ങനെ യൂസ് ചെയ്യാറില്ല ജയിലിനകത്ത്. കാരണം അത് ബോഡി ഹീറ്റായിട്ട് ബോഡി വരും. അതായത് ലൈറ്റ് കറി. 600 ആൾക്കാരുണ്ട്, 8 ബാത്റൂമാ. പിന്നെ ചൂട് സമയത്ത് ഭയങ്കര ചൂട്. അരിനകത്ത് ചെറിയ സ്റ്റോൺ വരും. അങ്ങനെ ഒത്തിരി ആയിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ഭയങ്കര കരയായിരുന്നു. അയ്യോ, എന്റെ വീട്ടിൽ എന്റെ അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കും. ഞാനൊരു കാര്യം പറയാം, ഡോണ്ട് കംപ്ലൈൻ അബൌട്ട് ഫുഡ്. പപ്പ മമ്മി വീട്ടില് എന്തെങ്കിലും ഫുഡ് കിട്ടുമ്പോൾ പ്രിയവരെ അത് പ്രാർത്ഥിച്ച് കഴിക്കണം. അതിനകത്ത് കംപ്ലൈന്റ് കാണിക്കണ്ട. കാരണം ജയിലിൽ പോയ ശേഷം ഞാൻ ഭയങ്കര കരച്ചിലും. എന്റെ പപ്പ നല്ല ഇഡ്ഡലി, നല്ല നാഷ്ട, നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല നോൺ വെജ് കറി മമ്മി കൊണ്ടാക്കും. പക്ഷെ അതിനകത്ത് ഞാൻ ഭയങ്കര കംപ്ലൈന്റ്, ഇത് ശരിയില്ല അമ്മേ, ഇത് ശരിയില്ല, ഇതിനകത്ത് ഇത് ഉപ്പില്ല, ഇതില്ല, എനിക്കിഷ്ടമില്ല. അത് ഒത്തിരി കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷെ ജയിലിൽ പോയ സമയത്ത്
എല്ലാ ദിവസവും പഴം കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ്, അവിടെ പഴം കഞ്ഞി, എല്ലാ ദിവസവും പഴം കഞ്ഞി ഞാൻ അങ്ങനെ കുടിക്കുമായിരുന്നു. 6 മാസം എന്നെ കാണാൻ വേണ്ടി ആരും വന്നില്ല. 6 മാസം ശേഷം എന്റെ ചേച്ചി വന്നു. എന്റെ പിന്നെ ബെൽ റിജക്ട് ആയി, ഡിസ്ട്രിക്ട് കോർട്ടിനകത്ത് എന്റെ ബെൽ റിജക്ട് ആയി. എന്റെ ചേച്ചി വന്നില്ല. സോറി, 6 മാസം ശേഷം ചേച്ചി വന്നു. ചേച്ചി വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു, എന്റെ അല്ലിനടുത്ത് പറഞ്ഞില്ല. അത് പെടുക്കെ സീക്രട്ട് ആയിട്ട് ബസ് പിടിച്ചിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. ജയിലിൽ നേരായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസിന് അപ്പുറത്ത് ചേച്ചിയാ, ഇപ്പുറത്ത് ഞാനാ. ചേച്ചി എന്നെ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര കണ്ണുനീർ വന്നു. എനിക്ക് ഭയങ്കര കണ്ണുനീർ വന്നു. ചേച്ചി ഒരു കാര്യം പറഞ്ഞു, മോനെ ഞാൻ വീട്ടിൽ അറിയാതെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിനകത്ത് നല്ല ഒരാള് മൈക്ക് പിടിച്ചിട്ട് നല്ലൊരു സൂട്ട് ഇട്ടിട്ട് ഒരു നല്ല സ്റ്റേജില്, നല്ല ലൈറ്റ് ആ സ്റ്റേജിനകത്ത് അങ്ങ് നടക്കുക. തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ആ ആളെന്നെയായിരുന്നു. ഞാൻ ഈ ദർശനം കണ്ടിട്ട് ഞാൻ ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ ഭയങ്കര അമേസ്ഡ് ആയി. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. അത് ഞാൻ എന്റെ അളിയർക്ക് ഞാൻ പറയാതെ ഞാൻ ഇവിടെ വന്നു. ചേച്ചി ഒരു വാക്യം പറഞ്ഞു, മോനെ നീ അങ്ങനെ ആർക്കും ഇതുവരെ അനുസരണയില്ലാത്ത നടന്ന ഒരു യൂത്താ. പക്ഷെ ദൈവം നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോഡ് ലവ്സ് യു. ദൈവം നിനക്ക് ആഗ്രഹിക്കുക. ഗോഡ് വാണ്ട് യു. ദൈവം നിന്റെ കൂടെ ചില കാര്യം ചെയ്യാൻ പോവാ. ആ കാര്യം നീ തന്നെ മാത്രം ചെയ്യാറുണ്ട്. പ്ലീസ്, ദൈവം എന്തൊക്കെയും നിനക്ക് പഠിപ്പിക്കുമ്പോൾ, നീ ചില മാസം അല്ലെങ്കിൽ ചില വർഷം നീ ഇവിടെ ആയിരിക്കുമ്പോൾ, നീ ഒരു താഴ്മയത്തോടെ, ഒരു ഹംബിൾനെസ് ആയിട്ട് ഇവിടെ ദൈവം എന്തെങ്കിലും നിനക്ക് പഠിപ്പിക്കുമ്പോൾ അത് പഠിച്ചിട്ട് നീ തിരിച്ചായിട്ട് സമയം വരുമ്പോൾ ദൈവം നിനക്ക് പുറത്താക്കും. വി ആർ വെരി ഷാർപ്നെസ് ആയിട്ട് നീ ദൈവരാജ്യത്തെ വേണ്ടി ഭയങ്കര യൂസ് ആകാൻ പോവാ. ചേച്ചി എനിക്കൊരു ബൈബിൾ തന്നു ആ സമയം. അതിന് മുമ്പ് ഞാൻ അങ്ങനെ ബൈബിൾ പഠിച്ചായിരുന്നു ഒരു ക്രിസ്ത്യാനി ആയിട്ട്. പക്ഷെ എനിക്കറിയാമായിരുന്നു യേശു ആറ്, പത്രോസ്, യോന്ന, പിന്നെ ദാവൂദ്, അതിന്റെ പേര് ഞാൻ അതിന്റെ സ്റ്റോറി ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ബൈബിൾ അങ്ങനെ ഡീപ്പായിട്ട് സ്റ്റഡി ഞാൻ ചെയ്തില്ലായിരുന്നു. ചേച്ചി അത് തന്നിട്ട് പോയി. പിന്നെ ചേച്ചി 2ാമത്തെ പ്രാവശ്യം ജയിലിൽ വന്നില്ല. അത് ചില മാസം ശേഷം ഹൈക്കോർട്ട് എന്റെ ബെൽ റിജക്ട് ചെയ്തു. ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോർട്ടിലോട്ട് പോകാൻ വേണ്ടി ആൾക്കാരില്ല. എന്റെ അനിയൻ മാത്രമേ ഉള്ളൂ. ബെൽ റിജക്ട് ആയി. ഞാൻ ജയിലിനകത്ത് 2.5 വർഷം ഞാൻ ജയിലിലായിരുന്നു. 2.5 വർഷം, 30 months, 2.5 years I was in prison. 2 വർഷം ജയിലിലാകുമ്പോൾ ഞാൻ ബൈബിൾ ഉൽപ്പത്തി മുതൽ റെവലേഷൻ, ജെനസിസ് ടു റെവലേഷൻ ഞാൻ 3 പ്രാവശ്യം ഞാൻ വായിച്ചു. അന്നത്തെ ഒരു പ്രാവശ്യം ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തു. അന്നത്തെ ഞാൻ ഒരു ദൈവം കണ്ട്, ക്ഷമിക്കുന്ന ദൈവം, സഹിക്കുന്ന ദൈവം, പിന്നെ ഒരു അവസരം കൊടുക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ഹീസ് റെഡി ടു ഫോർഗീവ് യു. പിന്നെ സഹിക്കുന്ന ദൈവമാണ്. പിന്നെ നമുക്ക് അവസരം കൊടുക്കുന്ന ദൈവമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞാൻ ദാവീദ് പോലെ, പിന്നെ മൂശ പോലെ, പിന്നെ അബ്രഹാം പോലെ നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ നിന്നെ കണ്ടില്ല. ഞാനൊരു ക്രിസ്ത്യാനി വീട്ടിൽ ജനിച്ചു. പക്ഷേ ഐ ഡിഡ് നോട്ട് എൻകൗണ്ടർ വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഒരു എൻകൗണ്ടർ ആയില്ല. എനിക്കറിയത്തില്ല നീ ആരാ. പക്ഷേ എനിക്കൊരു അവസരം തരുമോ? അങ്ങനെ ഒരു സ്ലോ ആയിട്ട് പ്രാർത്ഥന. പിന്നെ ജയിലിനകത്ത് ഞാൻ ഒരു 21 days ഫാസ്റ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് വേണ്ടി പെർമിഷൻ വേണ്ടി ഞാൻ ജയിലർ ഓഫീസിൽ പോയി. ജയിലർ പറഞ്ഞു പെർമിഷൻ ഇല്ല. കാരണം നമുക്കറിയാം ഈ ഹിന്ദുക്കൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവന്മാർ ഫ്രൂട്ട് കഴിക്കും, പിന്നെ പാല് കുടിക്കും. പിന്നെ മുസ്ലിംസ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവന്മാർ രാവിലെ കഴിക്കും, പിന്നെ വൈകിട്ട് കഴിക്കും. പക്ഷെ നമ്മുടെ ഫാസ്റ്റിംഗ് അങ്ങനെയല്ല. നമുക്ക് കഴിക്കാനില്ല, നമുക്ക് കുടിക്കാൻ മാത്രം, ചായ മാത്രം അങ്ങനെ ഉണ്ട്. ജയിലർ ചോദിച്ചു, 21 days നീ കഴിക്കത്തില്ല? ഓക്കെ, ഞാൻ കഴിക്കത്തില്ല സാറേ, ഞാൻ 21 days. അയ്യോ, അങ്ങനെ ജയിലിൽ പെർമിഷൻ ഇല്ല. നീ വൈകിട്ട് കഴിക്കുമ്പോൾ ഞാൻ നിന്നെ പെർമിഷൻ തരും. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ വിൽ ഈറ്റ് ഈവനിങ് ടൈം. അങ്ങനെ 21 days ഫാസ്റ്റിംഗ് ഞാൻ ജയിലിനകത്ത്. അങ്ങനെ ചില മാസം മുമ്പോട്ട് പോയി. ജയിലിനകത്ത് 8 ആൾക്കാർ എല്ലാ മാസത്തിൽ അവസാനം ശനിയാഴ്ച ഒരു പാസ്റ്റർ ജയിലിൽ വരാറുണ്ടായിരുന്നു. ആ ദൈവദാസനത്തെ ഈ ലോകത്തിലില്ല. അത് ക്രിസ്തുല് മരിച്ചുപോയി. 85 years ആയി. ഒരു 5 വർഷം മുമ്പ് ദേവദാസൻ ഈ ലോകത്തിൽ മാറ്റിപ്പോയി. അത് എല്ലാ മാസം അവസാനം ശനിയാഴ്ച ആ ദേവദാസൻ ജയിലിൽ വരാറുണ്ടായിരുന്നു.
പിന്നെ ഞാനും അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. ജയിലിനകത്ത് 8 ആൾക്കാരുടെ ഒരു ഗ്രൂപ്പായി നമ്മളെ, 8 ആൾക്കാർ. അതിനകത്ത് നക്സലൈറ്റ് ഉണ്ട്, ഒരാൾ നക്സലൈറ്റാ, മർഡർ ചെയ്ത ആൾക്കാരുണ്ട്, പിന്നെ പല കേസിൽ ആൾക്കാരുണ്ട്. നമ്മൾ 8 പേര് നമ്മുടെ ഞായറാഴ്ച ഒരു സെല്ലിൽ പോയി, എല്ലാ ലോക്കപ്പ് തുറന്നാകുന്ന സമയത്ത് മോർണിംഗ് ടൈം നമ്മൾ ഒരു കോർണറിൽ പോയി അല്ലെങ്കിൽ വേറെ ഒരു സെല്ലിൽ പോയി ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിനകത്ത് 6 പേര് ഇപ്പൊ എവിടെയാ എനിക്കറിയത്തില്ല. പക്ഷെ അതിനകത്ത് ഒരാൾ ഇപ്പൊ ഒരു പാസ്റ്ററാ, ഒരാള് വിശ്വാസിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് ഞാൻ തുടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു അവിടെ ജയിലിനകത്ത്. അങ്ങനെ സമയം ഒത്തിരി മുമ്പോട്ട് പോയി, ഒത്തിരി കാര്യം പറയാനുള്ള ജയിലിനെ കുറിച്ച്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ആപ്പിൾ അല്ലെങ്കിൽ തക്കാളിക്ക മേടിക്കുമ്പോൾ അതിനകത്ത് ചീത്തായി സാധനം ആണെങ്കിൽ, റൂട്ടഡ് ഏരിയ ആണെങ്കിൽ നമ്മൾ മേടിക്കത്തില്ല. എന്തിനാ? പൈസ കൊടുത്തിട്ട് നമ്മൾ അഴുക്ക് സാധനം നമ്മൾ മേടിക്കത്തില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം വേറെയാ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചീത്തായിട്ട് ആണെങ്കിൽ, എന്തെങ്കിലും അൺബാലൻസ്ഡ് ഭാഗം ആണെങ്കിൽ ദൈവം നമുക്ക് മേടിക്കും, പിന്നെ നമുക്ക് അടിക്കും, പിന്നെ ഒരു ഷേപ്പായിട്ട് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ ഒരു ആളായിരുന്നു, ഒരു ഷേപ്പ് ഇല്ലാതെ അങ്ങനെ ചീത്തായിട്ട് അങ്ങനെ ഒരാളായ. പക്ഷെ ദൈവം എനിക്ക് 2.5 വർഷമകത്ത് വെച്ചിട്ട് ജീവിതത്തിൽ ഇതുപോലെ സാഹചര്യം. ഞാനൊരു കാര്യം പറയാം പ്രിയവരെ, ഈ സാക്ഷി കേൾക്കുന്നു. തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലെ താഴ്ച അവസ്ഥ, അല്ലെങ്കിൽ അസുഖം, അല്ലെങ്കിൽ കടഭാരം, അല്ലെങ്കിൽ മെന്റലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അവസരം വരുമ്പോൾ നിരാശ വരണ്ട. ഇത് ദൈവം നമുക്ക് പണിയാൻ വേണ്ടി സമയമാണ്. ഇത് God is going to prepare us. God want to do something extraordinary in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസമായിട്ട് കാര്യം ചെയ്യാൻ പോവാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുവേണ്ടി നിരാശ ആകേണ്ട. പിള്ളേരുടെ ഭാവി എങ്ങനെയായിരിക്കും, പിള്ളേരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, മോൾ എന്തോ ചെയ്യും, മോള് ദൈവഭയത്തിൽ ഇല്ലെങ്കിൽ, മോന് ദൈവഭയത്തിൽ ഇല്ലെങ്കിൽ നിരാശപ്പെടേണ്ട. ശക്തമായി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, കണ്ണുനീരായിട്ട് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും സമയം വരും ദൈവം ആ പിള്ളേരുടെ മനസ്സിൽ ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നശിപ്പിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ജയിലിന് പുറത്ത് എന്റെ പപ്പ, മമ്മി, പിന്നെ എന്റെ ചേച്ചി, പിന്നെ ചില ദേവദാസന്മാർ ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇപ്പൊ 14 വർഷമായി ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുക. അല്ലെങ്കിൽ എന്റെ മരണം, ഞാൻ 3 പ്രാവശ്യം മരണം മുമ്പോട്ട് നേരായിട്ട് കണ്ട് അങ്ങനെ ഒരാളാ. പക്ഷെ ഞാനിപ്പോ 14 വർഷമായി കൃപയാണ് ഈ ലോകത്തിലുണ്ട്. ദൈവനാമത്തെ വേണ്ടി ദൈവവേലനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇത് ഒരു രാത്രി ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് താഴെ വീണു ജയിലിനകത്ത്. ഒരു രാത്രി ഞാൻ അൺകോൺഷ്യസ് ആയിട്ട്, എനിക്ക് 4 ദിവസമായി എനിക്ക് ഭയങ്കര പനിയായിരുന്നു. 4 ദിവസം ഒത്തിരി പനിയായിരുന്നു. വീട്ടിൽ പനി അസുഖമാണെങ്കിൽ പപ്പ മമ്മി നല്ല മെഡിസിൻ കൊടുക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, നല്ല ജ്യൂസ് ഫ്രൂട്ട് കൊടുക്കും. പക്ഷെ ജയിലിൽ ആരെ കാണാനില്ല. അങ്ങനെ ഒരു ബോയിൽ കറി, പിന്നെ ഒരു ചപ്പാത്തി, ഞാൻ പകുതി ചപ്പാത്തി, ഒരു ചപ്പാത്തി അങ്ങനെ കഴിച്ചിട്ട് 4 ദിവസമായി. പിന്നെ ജയിലിൽ അങ്ങനെ ക്രോസിൻ ടാബ്ലറ്റ്, പാരസെറ്റമോൾ ടാബ്ലറ്റ് അങ്ങനെ കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പിന്നെ പനി മാറുന്നില്ല. രാത്രി 10 മണിക്ക് ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് താഴെ വീണു. എന്റെ കയ്യിൽ വിളകിട്ടിട്ട് ആംബുലൻസിനകത്ത് എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു വാർഡില് എനിക്ക് അഡ്മിറ്റ് ആക്കി. ജയിലിൽ വരുന്ന ആൾക്കാർക്ക് ജനറൽ വാർഡിൽ വേറെ ആൾക്കാരുടെ കൂടെ അഡ്മിറ്റ് ചെയ്യത്തില്ല. അവന്മാർക്ക് വേണ്ടി വേറെ ഒരു വാർഡുണ്ട്, വേറെ ഒരു മുറിയുണ്ട്. ആ മുറിനകത്ത് എനിക്ക് 3 ആൾക്കാർ എനിക്ക് കൈ പിടിച്ചിട്ട് ബെഡിനകത്ത് കിടന്നു. കാരണം എന്റെ ശരീരത്തിൽ ഒട്ടും ബലമില്ല, എനിക്ക് നടക്കാൻ വയ്യ, ബോഡി മൊത്തം ഷിവറിങ്, ഭയങ്കര പനിയാ. ഡോക്ടർ വന്നു, ഒരു ഗ്ലൂക്കോസ് ഇട്ടിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞ്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്തി. ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് നാളെ രാവിലെ വരും. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഗ്ലൂക്കോസ് ഇട്ട് ഡോക്ടർ പറഞ്ഞ് സീരിയസാ, ശരിയായില്ലെങ്കിൽ നാളെ നമുക്ക് റിഫർ ചെയ്യാൻ വേറെ ഹോസ്പിറ്റലിൽ ഈ രാത്രി നോക്കും. കാരണം ജയിലിൽ വരുന്ന ആൾക്കാർക്ക് അത്രയായിട്ട് സീരിയസ് എടുക്കത്തില്ല. ഞാൻ 2 വർഷത്തിനകത്ത് 3 ആൾക്കാർ ജയിലിനകത്ത് മരിച്ചു പോയി എന്റെ മുമ്പേ.
പല അസുഖത്ത് 3 ആൾക്കാർ. ഞാൻ വിചാരിച്ചു നാലാമത്തും ഞാനാ ചിലപ്പം. ആ രാത്രി എനിക്ക് മനസ്സിലായി ഈ രാത്രി എന്റെ ജീവിതത്തിൽ അവസാനം രാത്രിയാണ്. കാരണം മരണം മുമ്പേ വരുമ്പോൾ നമ്മുടെ ബോഡി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, ശരീരം നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്റെ ബ്രീത്തിങ് സ്ലോലി ആയി. ഇനി ഞാൻ 50% കോൺഷ്യസ് 50% കോൺഷ്യസ് ഇല്ല. ഞാൻ ഇങ്ങനെ കിടക്കുക. വെളിയിൽ രണ്ട് പോലീസ് ആൾക്കാർ, 2 പോലീസ് ഹവൽദാർ പോലീസ് എനിക്ക് വേണ്ടി ഡ്യൂട്ടി ചെയ്യുക. കാരണം ഞാൻ ജയിലിൽ വന്ന ആളല്ലേ, ജയിലിൽ വന്ന ഒരാളാ. ആ റൂമിന് പുറത്ത് 2 പോലീസ് ഓൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുക. സമയം എനിക്ക് അറിയത്തില്ല എക്സാക്ട് എത്ര സമയം. ഞാൻ ഒരു 12 മണി ആയിരിക്കും. ഞാനങ്ങനെ ഒരു പ്രാർത്ഥിച്ചു, ഒരു മനസ്സിനകത്തൊരു പ്രാർത്ഥന, ചെറിയൊരു പ്രാർത്ഥന, ഒറ്റൊരു ലൈൻ പ്രാർത്ഥന. ദൈവമേ, ഇന്ന് ഞാൻ മരിക്കുമ്പോൾ 24 വയസ്സത്തിൽ ഒരു യൂത്ത് മരിക്കുമ്പോൾ നാളെ എന്റെ അടക്കമായിരിക്കും. ഞാൻ മരിക്കുമ്പോൾ നിനക്കൊരു ലാഭമില്ല. ഒരു അവസരം കൊടുക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു അവസരം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ബാക്കി ജീവനം ഞാൻ നിനക്ക് തരാം, ഞാൻ ഈ ബാക്കി ജീവനം നിനക്ക് തരാം. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന. അങ്ങനെ ആയിട്ട് ഞാൻ എന്റെ തലേന്റെ ബാക്ക് സൈഡ് ഭയങ്കരമായിട്ടൊരു പ്രകാശം. ഈ ലൈറ്റിന്റെ പ്രകാശം പോലെയല്ല, ഭയങ്കരമായിട്ട് പ്രകാശം. ആ പ്രകാശത്തിന്റെ ഹീറ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷെ വെളിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ആൾക്കാർ ആ പ്രകാശത്തിന്റെ എക്സ്പീരിയൻസ് ചെയ്യാറില്ല. ആ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ ഉറങ്ങി. ഞാൻ ഫുൾ അൺകോൺഷ്യസ് ആയി ഉറങ്ങി. ഞാൻ രാവിലെ 7 മണിക്ക് ഞാൻ എഴുന്നേറ്റു. എന്റെ ബോഡി മൊത്തം സ്വെറ്റിങ്സാ. ഇന്നലെ രാത്രി 3 പേര് എനിക്ക് പിടിച്ചിട്ട് ബെഡിനകത്ത് കടത്തി. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേക്കുമ്പോൾ ഞാൻ എന്റെ കയ്യിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ബലമുണ്ടോ ഇല്ലെങ്കിൽ അതെങ്ങനെ അറിയാം? നമ്മൾ കൈ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്റെ ശരീരത്ത് ബലമുണ്ട്. ഞാൻ കൈ അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ ശരീരത്തോട് ഒരു ബലമുണ്ടായിരുന്നു. പിന്നെ 9 മണിക്ക് റിപ്പോർട്ട് വന്നപ്പോൾ എന്റെ തലനകത്ത് മലേറിയ കയറായിരുന്നു. ബ്രെയിനിനകത്ത് മലേറിയ കയറുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. അത് ഒത്തിരി ആൾക്കാർ അങ്ങനെ മരിക്കാറുണ്ട്. ബ്രെയിനിനകത്ത് മലേറിയ കയറുമ്പോൾ അത് ഡേഞ്ചറാണ്. 9 മണിക്ക് റിപ്പോർട്ട് വന്നു. 10 മണിക്ക് ഡോക്ടർ വന്നു. ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് അമേസ് ആയി, മലേറിയ ഒക്കെ ഉണ്ട്, പക്ഷെ ഇയാള് പനിയില്ല, പിന്നെ നന്നായിട്ട് കഴിക്കുക. അതെങ്ങനെ? പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആ റിപ്പോർട്ട് പെട്ടെന്ന് വൈകിട്ട് വന്ന റിപ്പോർട്ട്, അതിനകത്ത് മലേറിയ നെഗറ്റീവ് ആയിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ കൺഫേം 100% ഷുവറായി, ഇന്നലെ രാത്രി ദൈവം തന്ന് ഈ വാർഡിൽ വന്നായിരുന്നു, ഈ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. അത് എനിക്ക് ഓരോ അവസരം കൊടുത്ത്. കാരണം ആ എൻകൗണ്ടറിന്റെ മുമ്പേ എടുത്ത ബ്ലഡാ, എൻകൗണ്ടർ ആകുന്ന മുമ്പേ, പ്രാർത്ഥിക്കുന്ന മുമ്പേ എടുത്ത ബ്ലഡാ. റിപ്പോർട്ട് രാവിലെ വന്ന് പിന്നെ ഒരു സാമ്പിൾ എടുത്തപ്പോൾ അത് നെഗറ്റീവ് വന്ന്. തീർച്ചയായിട്ടും ദൈവം എന്നെ ജീവിതത്തിൽ ഒരു അവസരം കൊടുത്തു. അങ്ങനെ ഞാൻ ആ ദിവസം തന്നെ വൈകിട്ട് ഞാൻ ഡിസ്ചാർജ് ആയി. പിന്നെ ജയിലിൽ വന്ന സമയം അങ്ങനെ മുമ്പോട്ട് ഒത്തിരി പോയി. പല കാര്യം പറയാറുണ്ട്, പക്ഷെ ഞാൻ ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുക. 2.5 വർഷത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അവസാനം എന്റെ കേസിനകത്ത് എനിക്ക് ചാർജ് ഫ്രീ ആയി. ദോഷം അത് ആയില്ല, അതിനെനിക്ക് ചാർജ് ഫ്രീ ആയി. പക്ഷേ സമയം ഒത്തിരി എടുത്തു. കാരണം ഈ എല്ലാ കേസ് തന്നെ നമുക്കറിയാമോ, കോർട്ടിനകത്ത് ഒത്തിരി കേസുകളുണ്ട്, ഒത്തിരി ആൾക്കാർ ജയിലിനകത്തുണ്ട്. പക്ഷേ ഈ കോർട്ടിന്റെ പ്രോസസ് ഒത്തിരി സ്ലോ ആണ്. സാക്ഷികൾ പെട്ടെന്ന് വരത്തില്ല, പോലീസ് ആൾക്കാർ പെട്ടെന്ന് സാക്ഷി പറയാൻ വരത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുക, ആ പീരീഡ് ദൈവം വെച്ച പീരീഡ് ആയിരുന്നു. അത് ദൈവം 2.5 വർഷം എനിക്ക് അകത്ത് വെച്ചിട്ട് എനിക്ക് പണിയാൻ വേണ്ടി ദൈവം എടുത്ത സമയം. അത് ഞാൻ ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഞാൻ പുറത്തു വന്നു. ഒരാള് ജയിലിന് പുറത്ത് വരുമ്പോൾ സൊസൈറ്റി പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പഴയ സ്വഭാവം, പിന്നെ പഴയ കാര്യം പറഞ്ഞ് റിലേറ്റീവ്സ് ആൾക്കാർ ഒരു ദിവസം ഞാൻ ചർച്ചിൽ പോയ സമയത്ത് ഞാൻ അങ്ങനെ ബാക്ക് സൈഡ് ഇരിക്കുക. എന്റെ ചർച്ചിലെ ഒരു സഹോദരൻ ഇൻഡയറക്ട്ലി എന്നെ കുത്തുന്ന ഒരു വാക്യം പറഞ്ഞിട്ട്, പഴയ സ്വഭാവം പറഞ്ഞിട്ട്, ഞാൻ ആ ചർച്ചിൽ നിന്ന് പുറത്ത് വന്ന് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലോ, ഒത്തിരി ഞാൻ കരഞ്ഞു. എന്തെങ്കിലും പ്രാർത്ഥനയുമേ, ഇതെന്തുവാ ഇപ്പൊ ഞാൻ പുറത്ത് വന്നല്ലോ, ഏതാണ് എല്ലാ കാര്യം വിട്ടിട്ട് പോയല്ലോ. എനിക്ക് പിന്നെ എന്റെ പഴയ കാര്യം പറഞ്ഞ ആൾക്കാർ പറയുക, ദൈവം ഒരു വാക്യം പറഞ്ഞു,
നീ ആ രാത്രി നീ തന്നെ വിശ്വസിച്ചില്ലേ? ഈ രാത്രി നിന്റെ ജീവിതത്തിൽ അവസാനം രാത്രിയായിരുന്നു. അത് ശരിയായിരുന്നു, അത് അവസാനം രാത്രിയായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ ക്ഷമിച്ചാണെങ്കിൽ നീ എന്തിനാ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് കരയുക? If I forgive you, why you are crying to hear other statement or comment? Praise the Lord, hallelujah. I chosen you, I forgive you. പിന്നെ നീ എന്തിനാ മറ്റേ ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് വിഷമിക്കുക? ആ വാക്കിന് എനിക്ക് ഭയങ്കര എൻകറേജ് ചെയ്തു. അങ്ങനെ ഞാൻ 3 വർഷത്തിൽ പഠനം വേണ്ടി 6 മാസം ഞാൻ എന്റെ ചർച്ചിലെ പാസ്റ്ററിന്റെ കൂടെ ഞാനായിരുന്നു. അതിനുശേഷം ഞാൻ 2014 കേരള ബൈബിൾ കോളേജിൽ കേരള കൊല്ലം പ്രദേശത്തിൽ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാറി, അവിടെ എന്റെ വേദ പഠനം വേണ്ടി ഞാൻ പോയി 3 years BTH കോഴ്സ്. അവിടെ ഒത്തിരി സാക്ഷ്യമുണ്ട്. ബൈബിൾ കോളേജിൽ 4 ടൈപ്പ് ആൾക്കാർ വരാറുണ്ട്. 4 ടൈപ്പ് ഓഫ് ആൾക്കാർ വരാറുണ്ട്. ഒന്ന്, സ്വന്തമായി ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാർ അങ്ങനെ പോകും. ആരും ഫോഴ്സ് ചെയ്തില്ല, സ്വന്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് എനിക്ക് മിനിസ്റ്ററി ചെയ്യണം, അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാർ ബൈബിൾ കോളേജ് പോകും. രണ്ടാമത്, പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പപ്പമ്മ ഫോഴ്സ് ചെയ്തിട്ട് ബൈബിൾ കോളേജ് വിടും. മൂന്നാമത്, പുറത്ത് ശരിയാകത്തില്ല, ശരിയാകാൻ വേണ്ടി ബൈബിൾ കോളേജ് പറഞ്ഞു വിടും. നാലാമത്തെ ഗ്രൂപ്പ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി, ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം അങ്ങനെ ബൈബിൾ കോളേജ് വരും. സോ ഈ 3 കൂട്ടം, ഈ ഒന്നാമത്തെ കൂട്ടം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഭയങ്കര പ്രശ്നമായിരിക്കും. ഇതെന്റെ അനുഭവമാണ്. ബൈബിൾ കോളേജിനകത്ത് വരുന്ന എല്ലാ ആൾക്കാരും, ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ 27 ആൾക്കാർ ഉണ്ടായിരുന്നു, 27 ആൾക്കാർ. അവസാനം ഇയർ ഗ്രാജുവേറ്റ് ആകുന്ന സമയത്ത് 11 ആൾക്കാർ. ബാക്കി ആൾക്കാർ ഇടയ്ക്ക് പോയി. ആ 11 ആൾക്കാരിനകത്ത് ഇപ്പൊ 4 പേര് മാത്രം മിനിസ്ട്രിയിലാണ്. എല്ലാ വർഷം 1000 ആൾക്കാർ ബൈബിൾ കോളേജിൽ ഗ്രാജുവേറ്റ് ആകും. പക്ഷേ മിനിസ്ട്രിനകത്ത് ഇല്ല, ദർശനമില്ല. ദർശനം ഉണ്ടെങ്കിൽ ആ ദർശനം ഇതുപോലും സ്പോയിലായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തോട് നന്ദി പറയുക, എനിക്ക് യാതൊരു യോഗ്യതയില്ല, എനിക്ക് പറയാൻ ഒന്നുമില്ല. കൃപയാൽ ദൈവം എനിക്ക് ശുശ്രൂഷനകത്ത് ആക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ 2016 പഠിച്ചിട്ട് ഞാൻ പുറത്തു വന്ന ശേഷം ഒരാൾ നമുക്ക് കൈ പിടിക്കണ്ടേ? നമ്മൾ ബൈബിൾ കോളേജ് പഠിച്ചിട്ട് വരുമ്പോൾ ഒരാൾ നമുക്ക് ഒരു ഭരണപാസ് വേണ്ടേ? മോനെ ഇത് ശുശ്രൂഷ അത് ചെയ്യുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്റെ ജീവിതത്തിൽ ഏത് കാര്യം ആയിക്കോട്ടെ, മനുഷ്യൻ അതിനകത്ത് ഇൻട്രസ്റ്റ് ചെയ്തില്ല. എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിൽ ദൈവം തന്നെ ഇൻട്രസ്റ്റ് ചെയ്ത. ഹല്ലേലൂയ. അത് ഏത് ഭാഗമായിക്കോട്ടെ, ഞാൻ പറയാറുണ്ട്, അതിനകത്ത് മനുഷ്യത്തിന്റെ ഓരോ രീതിയില്ല ദൈവം തന്നു. ഞാൻ വന്നുപോലേക്ക് ഒരാൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി എവിടെ മിനിസ്ട്രി നോർത്തിന്റെ വിഷയമാണ്, നോർത്ത് ചില സ്റ്റേറ്റ് കാണിച്ചു. പക്ഷേ ഒരു വഴി, ഒരു ഇച്ചിരി കൈ പിടിച്ച് ചില 2-3 സ്റ്റെപ്പ് നടക്കണ്ടേ? അതിനകത്ത് വേണ്ടി ഒരാൾ വന്നില്ല. ഞാൻ 2 വർഷം ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ദൈവം ചില ഡോർ ഓപ്പൺ ചെയ്തു. പല സ്റ്റേറ്റിൽ, ജാർഖണ്ഡിലോ ഒറീസയിലോ ഛത്തീസ്ഗഡിലോ ഒരു ചർച്ചിൽ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ പ്രഷർ വന്നു, കല്യാണം ചെയ്യും. ആഗ്രഹമുണ്ട് കല്യാണം ചെയ്യാൻ വേണ്ടി. പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. കാരണം അത് എന്റെ താഴെ അന്യന്റെ പ്രായം കല്യാണത്തിന് ആയി. ഞങ്ങൾ 4 വയസ്സിന്റെ വ്യത്യാസമാണ്. ഞാൻ 30+ ആയി, 34 ആയി, അന്യം 30 ആയി. പക്ഷേ നമുക്ക് മലയാളികൾക്ക് അറിയാമോ, പാസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ നല്ല, പക്ഷെ കല്യാണം വേണ്ടി പാസ്റ്റർമാർ നല്ലല്ല. അത് ഗൾഫിന് വേണ്ടി അയർലൻഡ്, അമേരിക്കക്കാര് അല്ലെങ്കിൽ യൂറോപ്പുകാർ, അത് നല്ലതാ. പക്ഷേ ഞാൻ പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറിയെ പറയുമ്പോൾ അയ്യോ ഓക്കെ പറയാം. പക്ഷെ ഇതുവരെ റിപ്ലൈ വന്നില്ല. അങ്ങനെ പക്ഷെ ഞാൻ ഭയങ്കര ഇതായി പോയി. അയ്യോ ഇനി എന്തോ ചെയ്യും ദൈവമേ. എന്റെ റിലേറ്റീവ്സ് ആൾക്കാർ നോക്കുന്നില്ല എനിക്ക് വേണ്ടി, പിന്നെ പെണ്ണ് ആരും നോക്കുന്നില്ല. അങ്ങനെ ഞാൻ ഷാദി.com മെട്രോമോണിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി.
ഉണ്ടാക്കിയ ശേഷം അതിനകത്ത് ചില പ്രൊപ്പോസലുകൾ വന്നു അതിനകത്ത് ഒരു തന്നെ എന്റെ വൈഫിന്റെ പേര് ബ്ലസ് ചെയ്യാം. അത് മുംബൈ, എന്റെ പോലെ മലയാളിയ, മുംബൈ ബോണബോട്ടം. അതിന്റെ പപ്പ മമ്മി ട്രിവാൻഡ്രം കാട്ടാക്കട ബേസ്ഡാ. അത് മുംബൈ ബോണബോട്ടം അതെന്റെ കൂടെ കോൺടാക്ട് ആയി ജനുവരി മാസം 2020 കോൺടാക്ട് ആയി. ഞാൻ എന്റെ എല്ലാ കാര്യം തുറന്നു പറഞ്ഞ്, എന്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ സ്ട്രഗ്ലിംഗ് പാസ്റ്റർ, സ്റ്റിൽ എന്റെ മിനിസ്ട്രി സ്ട്രഗ്ലിംഗ്, നമുക്ക് ഒന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു ദൈവമുണ്ട്. പിന്നെ എന്റെ സാക്ഷി തുറന്നു പറഞ്ഞു, ഒരു ദൈവമുണ്ട്, പിന്നെ ഒരു വിഷയമുണ്ട്. ചില വർഷം എന്റെ കൂടെ വന്നിട്ട് കഷ്ടം സഹിച്ചിട്ട് നീ മുമ്പോട്ട് പോവാൻ വേണ്ടി റെഡിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുക, തീർച്ചയായിട്ട് ദൈവം മാനിക്കും, തീർച്ചയായിട്ടും ദൈവം മാനിക്കും. ഈ വാക്യം എന്റെ വൈഫ് പിന്നെ ആ സെയിം വാക്യം തന്റെ പപ്പ മമ്മിക്ക് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ശേഷം ലോക്ക്ഡൌൺ ആയപ്പോൾ ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല, ഒന്നില്ല. അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ക്യാൻ യു ബിലീവ്? വിശ്വസിക്കുമോ? എന്റെ എൻഗേജ്മെന്റ് മൊബൈൽ ഫോണിൽ നടന്നു. വീഡിയോ കോളിനകത്ത് എൻഗേജ്മെന്റ് ആയി. വീഡിയോ കോളിൽ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എൻഗേജ്മെന്റ് പറയുമ്പോൾ ഈ ഡേറ്റിനകത്ത് നമുക്ക് കല്യാണം ചെയ്യണം. അത് വിശ്വാസത്തിൽ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ഈ സാക്ഷി കേൾക്കുന്ന ദൈവമക്കൾക്ക് എനിക്കറിയാം, താങ്കൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പ്രാർത്ഥന ചെയ്തിട്ട് സ്റ്റെപ്പ് എടുക്കണം. നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പറയാം. പക്ഷെ അതിന് മാത്രമല്ല, പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ആ സ്റ്റെപ്പ് ദൈവം മാനിക്കും. അതേ സ്റ്റെപ്പ് ദൈവം മാനിക്കും. അത് അബ്രഹാം ചെയ്തു, അത് ഐസക് ചെയ്തു. അത് ആ ജനറേഷനകത്ത് പല ആൾക്കാരും നമുക്ക് നോക്കാറുണ്ട്. ലൈഫ് നോക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ദൈവഭയത്തോടെ വിശ്വാസത്തോടെ നമ്മൾ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ആ സ്റ്റെപ്പ് ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒക്ടോബർ 20 കല്യാണത്തിന്റെ ഡേറ്റ് ആയി. പക്ഷേ അതിന് കല്യാണത്തിന് ഒരു ആഴ്ച മുമ്പ് ഞാൻ കോവിഡ് പോസിറ്റീവായി, എന്റെ വീട്ടിലെ എല്ലാവരും കോവിഡ് പോസിറ്റീവായി. പ്ലെയിനിന്റെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്, കാരണം ട്രെയിൻ അങ്ങനെ ശരിയില്ലായിരുന്നു. 5 പേര് മാത്രം ഇങ്ങോട്ട് ഛത്തീസ്ഗഡ് വന്നിട്ട് കല്യാണം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. ആ ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്യാൻ ഇതായി, കാരണം കല്യാണം പോസ്റ്റ്പോൺ ആയി. പിന്നെ ആ സമയം ഞാൻ വിചാരിച്ചു, അയ്യോ ഇതെന്തുവാ കല്യാണത്തിലെ ഡേറ്റ് പോസ്റ്റ്പോൺ ആയി. മനസ്സിൽ നമ്മൾ മനുഷ്യരല്ലേ, പല ചിന്ത വരുമ്പോൾ ഞാൻ അയ്യോ ദൈവമേ. അങ്ങനെ പിന്നെ അനിയൻ പോസിറ്റീവായി. എന്റെ പപ്പ മമ്മി 70+, പപ്പ 75+, അമ്മ 2 പേര് പോസിറ്റീവായി. പക്ഷെ നമ്മൾ 20-25 വർഷമായി ഒറ്റയൊരു നമ്മുടെ ദൈവത്തെ വിശ്വാസമുണ്ട്. ആ പോസിറ്റീവ് ആയ ശേഷം എല്ലാ വൈകിട്ട് 7 മണിക്ക് നമ്മൾ അങ്ങനെ ആ മുറിയിൽ പുറത്തിറങ്ങും. ഞാൻ ഈ മുറിയിൽ പുറത്തിറങ്ങും. പപ്പ മമ്മി ആ ഹാളിന് പുറത്ത് ഇറങ്ങി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന അതാ അത്ര വലിയ ഇതായില്ല. പക്ഷെ ഡേറ്റ് പോസ്റ്റ്പോൺ ആയി. ഇനി അടുത്ത ഡേറ്റ് ഡിസംബർ 12 ഈ മാസം ഡിസംബർ 12 എന്റെ കല്യാണത്തിന്റെ ആനിവേഴ്സറി 4 വർഷം. ഡിസംബർ 2020 12 അടുത്ത ഡേറ്റ് വരുന്നു. അതിനിടയിൽ അന്യർക്ക് വേണ്ടി പ്രപ്പോസൽ വരും. കണ്ടോ, ദൈവത്തിന്റെ കാര്യം നോക്കുക, ദൈവത്തിന്റെ രീതി നോക്കൂ. എന്റെ കല്യാണം പോസ്റ്റ്പോൺ ആയി. അതിനെ ഒരു 1.5 മാസത്തിന്റെ അകത്ത് അന്യർക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ വന്ന് നമ്മൾ 2 പേരുടെ കല്യാണം ഒരു സ്റ്റേജിനകത്ത് ഒരുമിച്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ദൈവം എല്ലാം നന്നായിട്ട് ചെയ്യാൻ ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട, ചിന്തിക്കണ്ട. നമുക്ക് കൂടുതൽ, കാരണം നമുക്ക് ഈ ജീവനം തന്ന ദൈവമാ, ഈ ശ്വാസം തന്ന ദൈവമാ, എല്ലാ ദിവസം ഓരോരോ ദിവസം തരുന്ന അത് ദൈവം തന്നെയാ. എന്തിനാ നമ്മൾ ചിന്തിക്കും? പിന്നെ ഞാൻ ഒരു കാര്യം, പ്രാർത്ഥിച്ച് ചിന്തിക്കണ്ട. അല്ല, ഇത് ആന്റിമാരുടെ സ്വഭാവമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കും, രണ്ടും ഒരുമിച്ച് പോയിട്ടില്ല. ഇഫ് യു ആർ പ്രേ, സോ നോ നീഡ് ടു ടേക്ക് ടെൻഷൻ. പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യം ദൈവത്തിന്റെ കയ്യിൽ തന്നിട്ട് ദൈവം പറഞ്ഞ ആ കാര്യം നമുക്ക് ചെയ്യണം. ബിക്കോസ് വി ആർ കോ വർക്കർ ഇൻ ക്രൈസ്റ്റ്. എല്ലാ കാര്യം ദൈവത്തിന്റെ കയ്യിൽ വേണ്ട. ഗോഡ് വാണ്ട് ടു ഹെൽപ്പ് അസ്. ദൈവം നമുക്ക് സഹായിക്കാൻ റെഡിയാ. പക്ഷേ പരിശുദ്ധാത്മ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല.
നമുക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം. Then only Holy Spirit will work. Holy Spirit never will do forcefully work in our life. നമ്മൾ വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ കൈ കൊടുത്തിട്ട് പിന്നെ ദൈവം എന്ത് പറയുമ്പോൾ ദൈവത്തോട് കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ കാര്യം നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അന്യന് കല്യാണമായി. ഇനി അടുത്ത് കല്യാണമായ ശേഷം 1 വർഷമായി 2 വർഷമായി മക്കളാകുന്നില്ല. അനിയന് മക്കളാകുന്നില്ല, എനിക്ക് മക്കളാകുന്നില്ല. അങ്ങനെ ഒത്തിരി അനിയന്റെ വൈഫിന് ചില ലേഡീസ് പ്രോബ്ലം ആയിരുന്നു. എന്റെ വൈഫ് ചില മെഡിക്കൽസ് ഇതായിരുന്നു. ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ 9-ാം തീയതി അനിയൻക്ക് ഒരു ബേബി ബോയ് ആയി. പക്ഷെ നമുക്ക് കുഞ്ഞില്ല. ഡോക്ടർ നമ്മൾ ഇവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി. ഷീ ടോൾഡ് us പെട്ടെന്ന് IVF വേണ്ടി പോണം. ബിക്കോസ് we both are 30+. വൈഫ് ചില കോംപ്ലിക്കേഷൻ, ചില ഇഷ്യൂസ് ഉണ്ട്. തൈറോയിഡാ, പിന്നെ വേറെ ചില പ്രശ്നം, ചില ബ്ലഡിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് മെഡിക്കൽ ടേംസാ, ഞാനത് കാര്യം പറഞ്ഞത് ഐ എം എ ക്രിസ്ത്യൻ. ഡോക്ടർ പറഞ്ഞു യു ആർ ക്രിസ്ത്യൻ. ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യൻ മാത്രമല്ല, ഞാനൊരു പാസ്റ്ററാ. പിന്നെ അവൾ ചോദിച്ചു കത്തോലിക്കാണോ? ഞാൻ പറഞ്ഞു കത്തോലിക്ക അല്ല, ഞാൻ പെന്തക്കോസ്താ. ഞാൻ പറഞ്ഞ ഒരു പഞ്ചാബി മാഡം. എന്റെ ഒരു ആന്റി ഇതിനകത്തുണ്ട്. And she believed in miracles. ഞാൻ പറഞ്ഞു yes, we also believe in miracle. Ma'am, sorry, you gave good advice, but we believe to Christ. എനിക്കറിയാം എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനകത്ത് ദൈവം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യും. ഈ കാര്യത്തിനകത്ത് എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യും. Praise the Lord. We will not go for IVF. We will wait for natural. I know ഇന്ന് അല്ലെങ്കിൽ അടുത്ത വർഷം ദൈവം തീർച്ചയായിട്ടും തരാൻ പോവുക. കാരണം എനിക്കറിയാം ദൈവം എനിക്ക് ഇതുവരെ കൊണ്ടുവന്നു. എനിക്ക് മുമ്പോട്ട് ദൈവം അങ്ങനെ ചില കാര്യം വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ദൈവമല്ല. എനിക്കറിയാം ദൈവം എനിക്ക് ഈ ശുശ്രൂഷനകത്ത് ആക്കി. എന്റെ ഒറ്റൊരു പ്രാർത്ഥന, ഞാൻ എന്റെ കുടുംബം ദൈവത്തെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. 3 വർഷം മുമ്പേ ഒരു ദർശനമായിട്ട് ദൈവം ഒരു വഴി ഓപ്പൺ ചെയ്തു ഉത്തരാഖണ്ഡ് വേണ്ടി. ഉത്തരാഖണ്ഡ് കാര്യം അറിയാമോ? ഉത്തരാഖണ്ഡ് ദേവഭൂമി. നമ്മുടെ ദൈവമല്ല, അന്യന്യ ദൈവന്മാരുടെ ദേവഭൂമിയാ. ഇവിടെ ഭയങ്കരമായിട്ട് കൾച്ചർ ബോണ്ടേഴ്സ്, അന്ധവിശ്വാസം, മിസ്റ്റിസിസംസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനും വൈഫ് ഒരു മിഷണറി ആയിട്ട് ബൈ ഫെയ്ത്ത് ന്യൂലി മിനിസ്ട്രി തുടങ്ങി. നമുക്കിവിടെ ഈ വീട്ടിലൊരു ഹൗസ് ചർച്ചസാ. ഇത് വാടക ഒരു വീടാ, ഒരു ഹൗസ് ചർച്ചസാ. ഇവിടെ ഒരു ഞായറാഴ്ച 25-30 ആൾക്കാർ അങ്ങനെ കൂടും. എല്ലാ പാവപ്പെട്ട ആൾക്കാർ, അന്യജാതി ആൾക്കാർ കൂടുതലാ. പിന്നെ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ദൂരം ഞായറാഴ്ച ഞാൻ ഉച്ചയ്ക്ക് പോകും ബൈക്കിനകത്ത്. അവിടെ ഒരു 40-45 ആൾക്കാർ അവിടെ ഒരു സഹോദരന്റെ വീട് കൂടും. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് അങ്ങനെ ഫുൾ ടൈം മിനിസ്ട്രിയാ. പല ആൾക്കാർ പറഞ്ഞു ഡു മിനിസ്ട്രി വിത്ത് ജോബ്. ഞാൻ പറഞ്ഞതിന്റെ പിന്നെ ജോബ് ചെയ്ത് മിനിസ്ട്രി ചെയ്യുമ്പോൾ എനിക്കറിയാം ഈ കാലഘട്ടത്തിൽ ജോബ് ചെയ്യുമ്പോൾ 12 മണിക്കൂർ നമുക്ക് അവിടെ കൊടുക്കണം. എത്ര കിട്ടും? 8,000 6,000 അത്രേ ഉള്ളൂ. ഞാൻ ജോബ് ചെയ്യാൻ പോകുമ്പോൾ എനിക്കറിയാം വിഷൻ ഇതായി പോകും. പിന്നെ അല്ലെങ്കിൽ എനിക്കറിയാം ശുശ്രൂഷകത്ത് വിളിച്ച ദൈവമാ. I will do full time ministry. So നമ്മൾ ചില സോഷ്യൽ വർക്ക് ഇപ്പൊ ചെയ്യാറുണ്ട്. വൈഫ് ചില പിള്ളേർക്ക് ട്യൂഷൻ പഠിക്കും. 2 ട്യൂഷൻ നമുക്ക്, ഒരു ഫ്രീ ട്യൂഷൻസ് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഫീസ് എടുത്തിട്ട് ഒരു 8-10 പിള്ളേർക്ക് ട്യൂഷൻ പഠിക്കാറുണ്ട്. കാരണം നമ്മൾ ഇവിടെ ഉത്തരാഖണ്ഡിന്റെ സാഹചര്യം, യുപിന്റെ ഇവിടുത്തെ സാഹചര്യം പറയുമ്പോൾ ഞാനൊരു പാസ്റ്ററാ അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് സഭ സ്ഥാപിക്കാൻ വേണ്ടി പറയുമ്പോൾ അമ്മാർ ഓടി വിടും. പക്ഷെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഒരു NGO ആ. നമുക്കറിയാൻ ഒരു NGO ഇല്ല, ഒരു NGO ആ. വി ആർ എ സോഷ്യൽ വർക്കർ. നമുക്ക് ചില എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി അഡൽട്ട് ലിറ്ററസി പ്രോഗ്രാം 1-2 സ്ഥാനത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ മോൺട്രക് ക്യാമ്പയിൻ, പിന്നെ
മാസത്തിൽ നമ്മളെ സാഹചര്യം അനുസരിച്ച് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒരു 50 ഫുഡ് പാക്കറ്റ് രാജ്മ ചാവൽ അങ്ങനെ ഉണ്ടാക്കി റോഡ് സൈഡിൽ പോയിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ ചില മിനിസ്ട്രി. പിന്നെ എന്റെ ഒരു ആഗ്രഹം ജയിൽ മിനിസ്ട്രി. ഞാൻ ഛത്തീസ്ഗഡ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ജയിൽ മിനിസ്ട്രി. ഇവിടെ അങ്ങനെ പെർമിഷൻ ഇപ്പൊ കിട്ടാറില്ല. പക്ഷേ ഐ എം പ്രേയിങ് ഫോർ ദാറ്റ്. എത്ര പെട്ടെന്ന് ജയിൽ മിനിസ്ട്രി ബൈ ഫെയ്ത്ത് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. പ്രാർത്ഥിക്കണം. എന്റെ പേര് ഷാജി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വൈഫിന്റെ പേര് ബ്ലസ്സിയ. എന്റെ പപ്പ മമ്മി അനിയൻ വൈഫിന്റെ കൂടെ ഛത്തീസ്ഗഡിൽ താമസിക്കാറ. ഞാൻ വൈഫ് ഒരു 1500 കിലോമീറ്റർ ദൂരം 1500 കിലോമീറ്റർ ദൂരം ഉത്തരാഖണ്ഡ ഇവിടെ ഒരു മിഷണറി ആയിട്ട് വർക്ക്. ഞാനൊരു മൂത്ത മോന. എന്റെ അനിയൻ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നീ പപ്പ മമ്മിക്ക് നീ നോക്കണ്ട, ഞാൻ നോക്കും, നീ ദൈവത്തോടെ വേല നോക്കും. Don't worry about parents. I will take care them. You just look to your work and God's work, because God has given you. ദൈവം നിനക്ക് ഒരു അവസരം കൊടുത്തിരിക്കുക. You do it faithfully. പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം പറയാം. എന്റെ ദൈവം സോറി മലയാളത്തിനകത്ത് ആയിരിക്കും. കാരണം ഞാൻ ഒത്തിരി കാര്യം ഞാൻ ശരിയായിട്ട് ഐ തിങ്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഹിന്ദിയിലാണെങ്കിൽ അത് വിഷയമില്ല. ദൈവം ഭയങ്കരമായിട്ട് എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞാൻ ഒരു പറയാനൊന്നും യാതൊരു വിധത്തില കൂടുതൽ വിദ്യാഭ്യാസമില്ല. +2 മാത്രം പാസ്. ITI വലിയ ഡിഗ്രി ഇല്ല. BTH മാത്രമേ ഉള്ളൂ. പറയാനൊന്നില്ല. പക്ഷെ കൃപയാൽ ഞാൻ ഈ സാക്ഷി കേൾക്കുന്ന ദൈവമക്കൾ ഞാൻ ഒറ്റയൊരു കാര്യം പറയാനുള്ളൂ. ഡോണ്ട് ബി അഫെയർ. ചിന്തിക്കണ്ട, ഒരു വിഷമിക്കണ്ട. ദൈവം തീർച്ചയായിട്ട് താങ്കളിൽ തന്റെ ജീവിതത്തിൽ ജനറേഷൻ മാനിക്കാൻ പോവാം. ഈ സാക്ഷി കേൾക്കുന്ന ഐ റിക്വസ്റ്റ് ടു ഓൾ, പ്ലീസ് ഷെയർ ടു മാക്സിമം. ഒത്തിരി ആൾക്കാർ ഇത് കേൾക്കട്ടെ. ജീവിതത്തിൽ ദൈവം സംസാരിക്കട്ടെ. ഇതുപോലെ എനിക്ക് അവസരം തന്ന പ്രിയ ആന്റി ജോയ്സ് ആന്റിക്ക് ഞാൻ വളരെ നന്ദി. താങ്ക് യു ആന്റി. മേ ഗോഡ് ബ്ലസ് യു. ഈ ശുശ്രൂഷ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കും. ദൈവം ഈ ഓൺലൈൻ ശുശ്രൂഷ, ഈ യൂട്യൂബ്, ഈ മിനിസ്ട്രി തീർച്ചയായിട്ടും മാനിക്കും. ത്രൂ ദിസ് മിനിസ്ട്രി ഒത്തിരി ആൾക്കാർ ദൈവത്തോട് വരട്ടെ. അത് പ്രാർത്ഥനയായിട്ട് ഞാൻ ഈ വാക്കിനെ നിർത്തുക. ഞാനൊരു ഒരു ഹിന്ദിയിൽ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുക. ഈ പാട്ടിനകത്ത് എന്റെ ജീവിതത്തിൽ ഒരു സാക്ഷി ഉണ്ട്. ബനായ മുझे യേശുവിനെ, ദൈവം എന്നെ നിർമ്മിച്ചു. സജായ മുझे യേശുവിനെ, ദൈവം എന്നെ ഡെക്കറേറ്റ് ചെയ്ത്. ബസായ മുझे യേശുവിനെ, ദൈവം എനിക്ക് സ്ഥാപിച്ചു. പിന്നെ ബനായ മുझे യേശുവിനെ, ദൈവം എന്നെ ഉയർത്തി. बनाया मुझे यीशु ने, सजाया मुझे यीशु ने, बसाया मुझे यीशु ने, बढ़ाया मुझे यीशु ने, बनाया मुझे यीशु ने, सजाया मुझे यीशु ने, बसाया मुझे यीशु ने, बढ़ाया मुझे यीशु ने. कोई नहीं मेरे यीशु के समान, कोई नहीं मेरे यीशु के समान, कोई नहीं मेरे यीशु के समान, कोई नहीं सहारा देता मसीह, साथ चलता मसीह, गम उठाता मसीह, गले लगाता मसीह, सहारा देता मसीह, साथ चलता मसीह, गम उठाता मसीह, गले लगाता मसीह. मेरा मसीह, सबका मसीह, प्यारा मसीह, यीशु मसीह. मेरा मसीह,
सबका मसीह प्यारा मसीह यीशु मसीह आशीष देता मसीह आत्मा से भरता मसीह आंसू पोंछता मसीह आनंद देता मसीह आशीष देता मसीह आत्मा से भरता मसीह आंसू पोंछता मसीह आनंद देता मसीह मेरा मसीह सबका मसीह प्यारा मसीह യേശു മസീഹ് 3 വർഷം മുമ്പേ ഞാൻ ഇവിടെ ഉത്തരാഖണ്ഡിൽ വരുന്ന സമയത്ത് എന്റെ അമ്മ ഒരു വാക്യം പറഞ്ഞായിരുന്നു, മോനെ UP ഉത്തരാഖണ്ഡിലോട്ട് പോവാ, അവിടെ യോഗി ആദിത്യനാഥ് യോഗി ഇന്നത്തെ CM UP CMന്റെ പേരാ യോഗി ആദിത്യനാഥ്. അവിടെ മിഷണറിമാർക്ക് ജയിലിലാക്കി പിന്നെ കൊന്നുകളയാം, അങ്ങനെ ഒത്തിരി കേസുകളുണ്ട്. ഇവിടെ ഒത്തിരി ദേവദാസന്മാർ ജയിലിലാണ്. ഞാൻ ഞാൻ അമ്മയുടെ അടുത്ത് ഒരു വാക്യം പറഞ്ഞു, അയ്യോ അമ്മേ, ഞാൻ പഴയ ജീവിതത്തിൽ എന്റെ എന്റെ പാപത്തിന് വേണ്ടി എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ജയിലിൽ പോയി. ഇപ്പൊ ദൈവത്തിന് വേണ്ടി ജയിലിൽ പോകുമ്പോൾ, ദൈവത്തിന് വേണ്ടി പ്രാണ പോകുമ്പോൾ ഒരു വിഷയമില്ല അമ്മേ, പേടിക്കണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ലോകമയത്തിന് വേണ്ടി ഞാൻ ജയിലിൽ പോയി. പക്ഷെ ഇപ്പൊ ദൈവത്തിന് വേണ്ടി അങ്ങനെ ഒരു അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രാണ പോകുമ്പോൾ അത് ഒരു വിഷയമില്ല. പ്രാർത്ഥിക്കണം. ചില ആൾക്കാരുടെ പ്രാർത്ഥന, പിന്നെ ദൈവത്തിന്റെ കൃപ ഈ കാരണമാ ഇപ്പൊ ഞാനിപ്പോ ടോട്ടൽ 8 ഇയറായി മിനിസ്ട്രിയില. 3 വർഷം ഇവിടെ ആയിട്ട് ഒരു മിഷണറി പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ദൈവം സഹായിച്ചു. ഞാനിപ്പോ വാക്യം അവസാനിക്കാൻ പോകും. ഞാനൊരു വാക്യം ഈ സാക്ഷി കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. സോറി, എന്റെ മലയാളം ശരിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുക ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ദൈവമേ, ഞാൻ ഈ കേൾക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സാക്ഷി കേൾക്കാൻ പോവാ, എല്ലാ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിന്റെ എല്ലാ പ്രശ്നം, വാട്ട് എവർ ദേ ആർ ഫേസിങ്, മെന്റലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി, സ്പിരിച്വലി, പിന്നെ ഫാമിലി, ഏത് മേഖലത്തിൽ സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന ആ കാര്യം യേശുവിന്റെ നാമത്തിൽ കംപ്ലീറ്റ് ഡിലിവറൻസ്, കംപ്ലീറ്റ് ഹീലിംഗ്, ഒരു കംപ്ലീറ്റ് ജീവിതത്തിൽ ഒരു പീസ് വരട്ടെ കർത്താവേ. ദൈവമേ, ഈ സാക്ഷി കേൾക്കുന്ന എല്ലാ ജനത്തിലും ഫാമിലി ലൈഫ് മാറിക്കട്ടെ. പിള്ളേരുടെ ജീവിതത്തിൽ, പിള്ളേരുടെ ഭാവി ജീവിതത്തിൽ ദൈവമേ അനുഗ്രഹിക്കണം. പഠിക്കുന്ന പിള്ളേർക്ക്, ജോലി ചെയ്യുന്ന പിള്ളേർക്ക് ദൈവഭയത്തോടെ വരട്ടെ. ലോകമയത്തിൽ പോയി പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓമാർ ജീവിതത്തിൽ ദൈവാത്മ സംസാരിക്കട്ടെ, പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. ഒരു പൈതൽ ഈ ലോകത്തിൽ നാശ പോകാൻ വേണ്ടി അനുവാദം കൊടുക്കേണ്ട കർത്താവേ, എല്ലാവർക്കും മാനിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. Praise Lord auntie, may God bless you. Thank you for this chance. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാട്ട്. സഹായിക്കുന്ന ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവ്, സ്നേഹിക്കുന്ന ദൈവം, നമ്മെ ആലിംഗനം ചെയ്യുന്നതായ കർത്താവ്. ഹല്ലേലൂയ. ദൈവദാസന് കർത്താവ് തന്നതായ നല്ല പാട്ടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു അന്യജാതിക്കാരുടെ ഒരു ദേവഭൂമി തന്നെയാണ്. അവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അവിടെ ഉപയോഗിക്കട്ടെ. അനേകര് ഹല്ലേലൂയ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവദാസൻ കുടുംബം ഒരു മുഖാന്തരമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. താങ്ക് യു. ഇത്രത്തോളം സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ചതിന് ദൈവദാസന് വളരെയധികം നന്ദിയുണ്ട്. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ഓക്കെ, ആമേൻ.